പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ യാത്രയെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ സംസാരങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങൾ എഴുതി കൊടുക്കുന്ന വിഷയങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങൾ വഹിച്ചുകൊണ്ട് പോകുന്ന മൊബൈല്, അതിലൂടെ നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത്, നിങ്ങൾ കേൾക്കുന്ന സംസാരങ്ങൾ, കൊടുക്കേണ്ട മറുപടികൾ എല്ലാം ആശീർവദിക്കുന്നു. നിങ്ങൾ കൈമാറുന്ന രേഖകൾ, വാങ്ങിക്കുന്ന രേഖകൾ, കാത്തിരിക്കുന്ന രേഖകൾ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഡേറ്റുകൾ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. നീ കടന്നു പോകുന്ന വാഹനങ്ങൾ, സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, പ്രൈവറ്റായാലും പബ്ലിക്കായാലും, നീ തിരിച്ച് വീട്ടിലെത്തുന്നവരെ ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിൻ്റെ യാത്രകളെ ആശീർവദിക്കുന്നു. ദൈവവേദലെ, നീ വിഷമിക്കുന്ന വിഷയങ്ങൾ, സങ്കടപ്പെടുന്ന കാര്യങ്ങൾ, ഏത് വിഷയത്തിന് വേണ്ടിയാണ് നീ വേദനിക്കണത്, അതെല്ലാം മാതാവ് ഏറ്റെടുക്കുന്നതിന് വേണ്ടി 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ
കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ നിന്റെ കണ്ണീനിരകളെ ഏറ്റെടുക്കുകയും നിന്നെ ആശ്വസിപ്പിക്കുകയും സാക്ഷ്യം പറയാൻ നിന്നെ ബലിഷ്ഠമാക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് പ്രാർത്ഥനാ ജീവിതമല്ല, അല്ലെങ്കിൽ പ്രാർത്ഥനാ ജീവിതം മാത്രമല്ല, അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിൻ്റെ 10% മാത്രമാണ് പ്രാർത്ഥനാ ജീവിതം. പിന്നെ ചില ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നത് വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് അനുഷ്ഠാന ജീവിതമാണെന്നാണ്, ആചാര ജീവിതം. അതുമല്ല. വിശ്വാസ ജീവിതത്തെക്കുറിച്ച് ആദിമസഭയുടെ കോൺസെപ്റ്റ് ഉണ്ട്. അത് അടിപൊളി കോൺസെപ്റ്റാണ്. അതാണ് ലോകത്തിൻ്റെ മേലുള്ള നമ്മുടെ വിജയം, അതാണ് നമ്മുടെ വിശ്വാസമെന്ന്. അത് യോഹന്നാൻ അവസാനത്തെ വെളിപാടുകളിലൊന്നാണത്. 1 യോഹന്നാൻ 5-ാം അധ്യായം 4-ാമത്തെ വാക്യം. എന്തെന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കുന്നു. ലോകത്തിന്മേലുള്ള വിജയം ഇതാണ് നമ്മുടെ വിശ്വാസം. എനിക്ക് തോന്നിയിരിക്കുന്നത്, എൻ്റെ ഇത്രയും നാളിലെ ആധ്യാത്മികമായ അന്വേഷണത്തിൽ എനിക്ക് വാട്ട് ഈസ് ഫെയ്ത്ത് എന്ന് ചോദിച്ചാൽ, ബൈബിൾ ഒത്തിരി ഫെയ്ത്തുകൾ അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും ബേസിക് ഒരു മാതൃകാ വിശ്വാസം എന്ന് വെച്ചാൽ ക്രിസ്തീയ വിശ്വാസം എന്ന് വെച്ചാൽ എന്താണ്? അത് ലോകത്തിൻ്റെ മേലുള്ള നമ്മുടെ വിജയം, അതാണ് നമ്മുടെ വിശ്വാസം. ഇപ്പം നമ്മളിൽ ലോകത്തിൻ്റെ ഒത്തിരി ഘട്ടങ്ങളുണ്ട്. ഈ നമ്മൾ പറയത്തില്ലേ, വെള്ളത്തിലാണ് വള്ളം കിടക്കേണ്ടതെന്നൊക്കെ പറയത്തില്ലേ? അല്ലാതെ വള്ളത്തിൽ കിടക്കരുതെന്ന് പറയും, വള്ളം പൊങ്ങിപ്പോകും. വെള്ളം ആവശ്യമാണ് വള്ളം തുഴഞ്ഞു പോകാൻ വേണ്ടി. പക്ഷെ ചില സമയത്ത് ഈ വെള്ളം വന്ന് വള്ളത്തിൽ കിടക്കും, അപ്പോൾ വള്ളം പൊങ്ങിപ്പോകും. അത് ലോകത്തിലൊരു പ്രശ്നമുണ്ട്. നമ്മൾ ലോകത്തിലാണ്, അതേസമയത്ത് ലോകം നമ്മളിൽ വന്ന് നിറയും, അതോടെ ജീവിതം മുങ്ങിപ്പോകും. അപ്പം നിങ്ങൾ ചോദിക്കും, എന്താ ഈ ലോകം എന്ന് പറയണത്? ഈ ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മേഖലകളെക്കുറിച്ചാണ് നമ്മൾ നേരത്തെ ഉള്ള ധ്യാനങ്ങളിലൊക്കെ ഞാൻ പറയത്തില്ല നിങ്ങളോട്. അത് പ്രത്യേകിച്ച് 2 പത്രോസ് 1:4 ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന് ഈ ദൈവിക സ്വഭാവത്തിൽ പങ്കുകാരാകുന്നതനുസരിച്ച് ഇപ്പൊ ദൈവിക സ്വഭാവം നമ്മളെ ഘട്ടം ഘട്ടമായി നമ്മളിൽ കൂടുന്നതനുസരിച്ചാണ് പങ്കുകാരാകുന്നതിന് എന്താണ് ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞത്, വിശ്വാസത്തെ സുഹൃതം കൊണ്ടോ, സുഹൃതത്തെ ജ്ഞാനം കൊണ്ടോ, ജ്ഞാനത്തെ ക്ഷമ അല്ലെങ്കിൽ ആത്മസംയമനം കൊണ്ടും, ആത്മസംയമനത്തെ സഹനശക്തി അഥവാ ക്ഷമ കൊണ്ടും, ക്ഷമയെ ഭക്തി കൊണ്ടും, ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും, സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും. കണ്ടാ, ഉപവിയിലേക്ക് വരുമ്പോൾ ഈ ഉപവിക്കൊരു ചെറിയൊരു കുഴപ്പങ്ങളുണ്ട്. നമ്മൾ ഈ ഉപവി എന്ന് പറയണത് ബൈബിളിൽ ഈ തർജിമയിൽ ഇരുട്ടുമുറിയിലെ കറുത്ത പൂച്ചയെ പിടിക്കണ ഒരു പരിപാടിയാണ്. ഇരുട്ടുമുറി കറുത്ത പൂച്ചയെ പിടിക്കാൻ കിട്ടത്തില്ലല്ലേ? അതുകൊണ്ട് ഉപവിയെ നമുക്ക് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാം. ഉപവി നമ്മൾ പറയും സൽപ്രവൃത്തിയാണെന്ന് വെച്ചാൽ ഉപവി ശരിക്കും പറഞ്ഞാൽ സൽപ്രവൃത്തിയാണ്. പക്ഷെ ലോകം മരിച്ചുപോയൊരു സൽപ്രവൃത്തിയാണ് ഉപവി. എല്ലാത്തിൻ്റെ അകത്തും ഈ ലോകത്തിൻ്റെ ഒരു ഷെയ്ഡ് കിടപ്പുണ്ടാകും. ഇപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരാൾ ഇങ്ങനെ വെന്റിലേറ്ററിൽ കിടക്കണം, അയാളുടെ ഫസ്റ്റ് കോളും സെക്കൻഡ് കോളും എല്ലാം അവിടെയാണ്. അയാളെ വെന്റിലേറ്ററിൽ കൊണ്ടുവന്ന് മുറി കിടത്തിയെങ്കിലും ഓക്സിജൻ എടുക്കുന്നുണ്ട്, പക്ഷേ ബോധമില്ല, കണ്ണും കാണാൻ പറ്റില്ല. ബോധമില്ലെങ്കിൽ കണ്ണ് കാണാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ അയാളുടെ ഈ ഫസ്റ്റ് കോളും സെക്കൻഡ് കോളൊക്കെ എടുക്കുന്ന അയാളുടെ ഭാര്യയാണ്. അയാളുടെ ജീവിതകാലത്ത് ഭയങ്കര തെറിയും ബഹളമൊക്കെ ആയിരുന്നു, അടിയിടിയൊക്കെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് ഇപ്പം ഇങ്ങനെ പെട്ട് കിടക്കുന്നത്. ഭാര്യയ്ക്ക് ഒന്നും തിരിച്ചൊന്നും കിട്ടിയിട്ടില്ല. ഈ ഇടയ്ക്ക് ഒന്ന് കല്യാണം കഴിച്ചു, 2 കുഞ്ഞുങ്ങളുണ്ടായെന്നല്ലാതെ പ്രത്യേകിച്ച് ഈ മനുഷ്യൻ്റെയൊക്കെ ഒന്ന് ഒരു ഹസ്ബൻഡ് കിട്ടാൻ പറ്റിയ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു സ്നേഹം അങ്ങോട്ട് തോന്നാൻ നമുക്ക് മനുഷ്യരെ നമുക്ക് തോന്നണ്ടേ?
അപ്പോൾ എന്നിട്ടും ഈ സ്ത്രീക്ക് ഒന്നും കിട്ടിയില്ലെങ്കിലും ഈ സ്ത്രീ അദ്ദേഹത്തിൻ്റെ ഈ ഫസ്റ്റ് കോളും സെക്കൻഡ് കോളും ഒക്കെ എടുത്ത് നല്ല ആകൃതപ്പെട്ട ജീവിതത്തിൽ ഇതിൻ്റെ പങ്കാളിയായിരിക്കുകയാണ് യഥാർത്ഥത്തിൽ. അയാൾ ഇനി അവിടെ കിടന്ന് മരിച്ചു എന്ന് വിചാരിച്ചോ? ഒരു പുഞ്ചിരിയോ? ഇവർ ആ മനുഷ്യന് വേണ്ടി ചെയ്ത കാര്യത്തിന് പ്രതിനന്ദിയായിട്ട് ഇടി എനിക്ക് തെറ്റിപ്പോയി, നിൻ്റെ കൂടെ ജീവിച്ചിട്ട് 10-30 കൊല്ലം നമ്മൾ ജീവിച്ചിട്ട് എനിക്ക് നിന്നെ ഒന്ന് സഹായിക്കാൻ പറ്റിയില്ല, നിന്നെ സന്ധിക്കാൻ പറ്റില്ല, നിന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ല എന്ന് പോലും പറയണ മുമ്പ് അയാൾ മരിച്ചു പോകും. എന്നിട്ട് തൻ്റെ ഒരു കടമ പോലെ, ദൈവത്തോടെ കടമ പോലെ ഭാര്യ അത് ഒരു നന്ദി പോലും മേടിക്കാതെ അതെല്ലാം കർത്താവിന് കാഴ്ചവെക്കും, കർത്താവിൻ്റെ നാമത്തെ പ്രതി. ഇതാണ് ശരിക്കും പറഞ്ഞാൽ പ്രതിഫലമില്ലാത്ത ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യുന്ന നിത്യജീവനെ മാത്രം ഉദ്ദേശിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ഓർത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞ ഉപവി എന്ന് പറയണത്. അങ്ങനെ ഉപവിയല്ല, ഈ വിശ്വാസത്തിൻ്റെ അവസാന രൂപമേ ഉപവിയാണ്. അതുകൊണ്ട് ഈശോ പറയണത് എന്താണ്? നിങ്ങൾ ഇടത്ത് കൈ ചെയ്യണത് വലത്തെ കൈ അറിയാതിരിക്കട്ടെ. മത്തായി 6:3. നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് രഹസ്യം കണ്ട ഈ രഹസ്യത്തിൽ ചെയ്യുന്ന വിഷയത്തിനാണ് ഈ ഉപവി എന്ന് ശരിക്കും പറഞ്ഞാൽ പറയേണ്ടത്. നിന്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ. വലത് കൈ ചെയ്യുന്ന ഇടത് കൈ അറിയാതിരിക്കട്ടെ. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ഇതാണ് ഈ ഉപവിയുടെ സംഭവം. അപ്പൊ ദൈവത്തെ മാത്രം മുൻനിർത്തി പരസ്യങ്ങളൊന്നുമില്ലാതെ അതിൻ്റെ ഈ നമ്മൾ പല ആൾക്കാരും സൽപ്രവർത്തിക്കാർ ഡെയിലി വേജസ്സുകാരാണ്. എന്നുവെച്ചാൽ അവരപ്പം ചെയ്യണ നന്മയുടെ പ്രവൃത്തി അവർക്ക് അപ്പം തന്നെ വേണം. അതാണ് ഈ വിശ്വാസികളുടെ കൂട്ടത്തിലുള്ള ഡെയിലി വേജസ്സുകാരാണ്. അതായത് എല്ലാവരും അറിയിച്ചേ ചെയ്യത്തുള്ളൂ, അത് അല്ലെങ്കിൽ ചെയ്ത് വെച്ചും മറ്റു മനുഷ്യരോട് പറയും. ഇങ്ങനെ പറയുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ എൻ്റെ പ്രോഡക്റ്റ് ഇത് ഡെയിലി വേജസ്സാണ്. അന്നന്ന് പണിയെടുത്ത് അന്നന്ന് ജീവിച്ചു പോവുക, അത്രേ ഉള്ളൂ. നിത്യതയ്ക്ക് നിക്ഷേപമില്ല. അതേ പ്രശ്നം വെച്ചാൽ നിത്യതയുടെ നിക്ഷേപമാണ് ഈശോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഡെയിലി വരുമാനം ഇല്ലെങ്കിലും നിത്യതയിലൊരു നിക്ഷേപം ഉണ്ടാക്കുന്ന രീതിയിൽ ചെയ്യുന്ന ദൈവസ്നേഹ പ്രവർത്തനങ്ങളാണ്, കൃപാവര പ്രവർത്തനങ്ങളാണ് ഉപവികളെന്ന് പറഞ്ഞത്. ഈ നമ്മൾ ഉപവിയിലേക്ക് ഒരു വ്യക്തി എത്തിയാൽ മറ്റുള്ളവർ നന്ദി പറഞ്ഞാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം, ഒരു പ്രശ്നവുമില്ല. ഐ ആം സോ ഹാപ്പി ബിക്കോസ് ഐ ഹാവ് ഡൺ ഇറ്റ് ഫോർ ജീസസ്. ഞാൻ കർത്താവിന് വേണ്ടി ചെയ്തതാണെന്ന് ഇങ്ങനെ ഭംഗിവാക്കൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അതല്ല, നമ്മുടെ മനസ്സിൽ വി മസ്റ്റ് ബി കണ്ടൻറ്റഡ്. ആ വിഷയത്തിൽ ആന്തരിക തൃപ്തി ഉണ്ടാകണം നമുക്ക്. അപ്പം നമ്മൾ ഉപവിയിലായി. ഈ ഉപവിയിലായി കഴിഞ്ഞാൽ വി ഹാവ് നോ കംപ്ലൈൻറ്റ്. നമുക്ക് പിന്നെ കംപ്ലൈൻറ്റ് ഇല്ല. മാതാവിൻ്റെ ഏറ്റവും വലിയ സംഭവം ഉപവിയാണ്. ജീവിതം മൊത്തം ഉപവിയാണ്. ഉപവിക്ക് കർത്താവ് വചനം മാംസമായി നമ്മുടെ വസിച്ചു, മറിയം ഉപവി മാംസമായി നമ്മുടെ വസിച്ചതാണ്. നോ കംപ്ലൈൻറ്റ്. അതെ, ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നൊക്കെ പറയണില്ലേ, ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നൊക്കെ പറയും. എല്ലാവർക്കും അമ്മയെ ആക്രമിക്കുന്നതിന് ഭയങ്കര മത്സരമാണ് ലോകത്ത്. പക്ഷെ അമ്മ ആരാണെന്ന് ഇന്ന് വരെ നമുക്കറിയത്തില്ല. നമുക്കറിയാവുന്നതൊക്കെ വളരെ സ്പെക്കുലേറ്റീവ് ഫിലോസഫിക്കൽ തിയോളജിക്കൽ നോളജാണ്. അതൊരു ഇൻഫർമേഷൻ്റെ ഫലമേ ചെയ്യത്തുള്ളൂ. ആന്തരികമായിട്ട് ഈ വ്യക്തിത്വത്തെ ദൈവം എങ്ങനെയാണ് വചനത്തെ കൈമാറാൻ വേണ്ടി സ്വർഗത്തിൻ്റെ ഉപകരണമാക്കിയത്, അതിൻ്റെ പ്രധാന കാരണം ഉപവി മാംസം ധരിച്ച്. നമ്മളെപ്പോഴും മരിയന് ഉടമ്പടി എടുക്കുമ്പോൾ അമ്മയെപ്പോലെ ഉപവിയുടെ ഒരു ജീവിതത്തിലേക്ക് ഒന്നും കിട്ടിയില്ലെങ്കിലും ആരും നല്ലതെന്ന് പറഞ്ഞില്ലെങ്കിലും ആന്തരികമായ സന്തോഷത്തിൽ ആന്തരിക തൃപ്തിയോട് ജീവിക്കാൻ അമ്മേ, പരിശുദ്ധമേ മാതാവേ, ഞങ്ങൾക്ക് നിന്നെപ്പോലെ ഹൃദയത്തെ സംഗ്രഹിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ കയറി നിന്നുകൊണ്ട് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകാൻ കഴിഞ്ഞതിന് അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് സരിത വിജു. ഇത് എൻ്റെ മോള് വിസ്മയ. ഞാൻ ആലുവയ്ക്കടുത്തുള്ള ആലങ്ങാട് സെൻറ്റ് മേരീസ് ചർച്ച് ഇടവകാംഗമാണ്. ഞാൻ 2019 ഉടമ്പടി എടുത്തത്. പക്ഷേ എനിക്ക് ആ ഉടമ്പടിയിൽ തുടർന്നു പോകാൻ കഴിഞ്ഞില്ല.
അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ മോള് ജർമ്മൻ പഠിച്ച് ജർമ്മൻ എക്സാം എഴുതുകയും 4ഉം 5ഉം പ്രാവശ്യമൊക്കെ എഴുതിയിട്ടാണ് എക്സാം കിട്ടിയത്. എങ്കിലും പല ഏജൻസികളിലും കൊടുത്തെങ്കിലും സമയനഷ്ടവും സാമ്പത്തിക നഷ്ടവും അല്ലാതെ നമുക്കൊന്നും നേടാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഞാൻ ഇടയ്ക്ക് കൃപാസനത്തിൽ വരികയും അഖണ്ഡ ജപമാലയ്ക്ക് പങ്കെടുക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ എൻ്റെ 2019 ഉടമ്പടി മുടങ്ങിപ്പോയതുകൊണ്ട് എനിക്ക് ഉടമ്പടി എടുക്കാനായിട്ട് പേടിയായിരുന്നു. അതിനെ തുടർന്ന് ഞാൻ മോളോട് പറഞ്ഞ് അങ്ങനെ ഉടമ്പടി എടുക്കാൻ പറഞ്ഞ് മോൾ ഉടമ്പടി എടുത്തു. ഞാനും മോളും കൂടിയാണ് ഇവിടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തത്. ഉച്ച കഴിഞ്ഞായിരുന്നു ക്ലാസ്, വലിയ തിരക്കൊന്നുമില്ലാത്ത ഒരു ഇതായിരുന്നു. അങ്ങനെ ഞങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത് വീട്ടിൽ ചെന്ന് പ്രാർത്ഥന എത്തിച്ച് കിടന്നപ്പോൾ ഒരു സ്വപ്നം കാണാനിടയായി. അതായത് എൻ്റെ കുട്ടിക്കാലം. ആ കുട്ടിക്കാലത്ത് ഞാൻ എൻ്റെ വീടിൻ്റെ ജനല തുറക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ മുകൾ ഭാഗത്തായി അമ്മയുടെ കളറുള്ള ആഷ് കളറുള്ള തിരമാല എൻ്റെ വീടിൻ്റെ മുകളിൽ എൻ്റെ വീടിൻ്റെ സംരക്ഷണമായിട്ട് നിൽക്കുന്നത് ഞാൻ കണ്ടു. പെട്ടെന്ന് ഞാൻ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണരുകയും അതിനെ തുടർന്ന് ഞാൻ എൻ്റെ കർത്താവിൻ്റെ സംരക്ഷണം ഞാൻ ആലോചിച്ച്, അതായത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ അമ്മച്ചി ബൈബിൾ തുറന്നു വെച്ചുകൊണ്ട് എന്നോട് ഇത് വായിച്ചിട്ട് പോയാൽ മതി എന്ന് പറയും. അത് ഞാൻ ഓർത്തു. ഒരനർത്ഥവും നിൻ്റെ കൂടാരത്തെ സമീപിക്കുകയില്ല, നിൻ്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും, നിൻ്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. ആ വചനമാണ് എനിക്ക് ഓർമ്മ വന്നത്. അങ്ങനെ ഞാൻ എൻ്റെ മോളെ കൊണ്ട് ഉടമ്പടി എടുക്കുകയും ഞങ്ങൾ രണ്ടുപേരും ഉടമ്പടിയിൽ തുടർന്ന് പോവുകയും ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തുകൊണ്ട് എനിക്കും ഉടമ്പടിയിൽ തുടർന്ന് പോയിക്കൂടാ. അങ്ങനെ ഞാൻ 2025 സെപ്റ്റംബർ മാസം ഉടമ്പടി പുതുക്കി. അങ്ങനെ ഉടമ്പടി നല്ല രീതിയിൽ തുടർന്ന് പോവുകയായിരുന്നു. എനിക്കൊരു 10 വർഷമായിട്ട് ഒരു വയറുവേദന ഉണ്ടായിരുന്നു. അതായത് ഗ്യാസ് സംബന്ധമായ എന്ത് ഭക്ഷണം കഴിച്ചാലും എനിക്ക് വയറുവേദനയാണ്, അസഹ്യമായ വയറുവേദന. ഹോസ്പിറ്റലിൽ ചെന്ന് ഒരു ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ അത് മാറുമായിരുന്നു. പക്ഷേ എന്നാലും വേറെ സ്പെഷ്യലിസ്റ്റിനെ ഒന്നും കാണിക്കാൻ ഞാൻ പോയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഗ്യാസിൻ്റെ വയറുവേദന ഈ ഉടമ്പടിക്ക് ശേഷം വന്നത്. അങ്ങനെ ഞാൻ അമ്മയുടെ ഉടമ്പടി ഉപ്പ് എടുത്ത് കഴിച്ചായിരുന്നു. അങ്ങനെ ഒരു 6 ദിവസം കഴിച്ചപ്പോഴേക്കും ഞാൻ എൻ്റെ വയറുവേദന മുഴുവനായിട്ടും എടുത്തു മാറ്റി. ഇപ്പോൾ 6 മാസമായി എനിക്ക് ഒരു വയറുവേദനയും ഉണ്ടായിട്ടില്ല. എന്ത് ഭക്ഷണവും എനിക്ക് കഴിക്കാമെന്നുള്ള ഒരു സൗഖ്യമാണ് അമ്മ തന്നേക്കണത്. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. അതിനുശേഷം എനിക്ക് ഒരു 10-12 കൊല്ലമായിട്ട് തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കുന്നുണ്ടായിരുന്നു. എപ്പോഴും കഴിക്കില്ല, ഇടയ്ക്ക് കഴിക്കും, നിർത്തും, അങ്ങനെയായിരുന്നു. അങ്ങനെ എനിക്ക് തോന്നി ഒന്ന് തൈറോയ്ഡ് സ്കാൻ ചെയ്ത് നോക്കണമെന്ന്. അങ്ങനെ പോയി തൈറോയ്ഡ് സ്കാൻ ചെയ്ത് നോക്കി. പക്ഷേ എനിക്ക് തൈറോയ്ഡ് നോർമലായിരുന്നു. ഈ 10-12 വർഷമായിട്ട് തൈറോയ്ഡുള്ള ഞാൻ ഇപ്പോൾ ഉടമ്പടിക്ക് ശേഷം ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അത് നോർമലായിട്ട് മാറി. ഇതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. പിന്നെ എൻ്റെ മോളുടെ ജർമ്മൻ സാഹചര്യങ്ങളും എക്സാമിൻ്റെയും ഏജൻസിയുടെ സാഹചര്യങ്ങളും എൻ്റെ മോള് പറയും. ആദ്യം തന്നെ ഈശോയ്ക്കും അമ്മ മാതാവിനും 1 കോടി നന്ദി പറയുന്നു. എൻ്റെ പേര് വിസ്മയ. ഞാൻ 2025 ഓഗസ്റ്റ് 22-ാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് എക്സാം എഴുതി പാസ്സായെങ്കിലും ഒരു നല്ലൊരു ഏജൻസി കിട്ടാണ്ട് വിഷമിക്കുകയായിരുന്നു. അങ്ങനെ കുറേ ഏജൻസികൾ കൊടുത്തിട്ടും സാമ്പത്തിക നഷ്ടം, സമയനഷ്ടം കൂടാതെ നമുക്കൊന്നും പ്രയോജനം ഉണ്ടായിരുന്നില്ല. പിന്നെ 2025 ജൂൺ മാസത്തിൽ ഞാൻ ഒരു നല്ലൊരു ഏജൻസി കണ്ടുപിടിച്ച് അവർക്ക് എൻ്റെ ഡോക്യുമെൻറ്റ്സും സർട്ടിഫിക്കറ്റ്സൊക്കെ കൊടുത്ത് പേപ്പർ വർക്കിന് സ്റ്റാർട്ടാക്കി. എങ്കിലും 2 മാസം കഴിഞ്ഞപ്പോൾ അവിടെയും തടസ്സങ്ങൾ വന്നു. സെപ്റ്റംബറിലും എനിക്ക് പോകാൻ പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പായി. അങ്ങനെയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. അമ്മ എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു ഉടമ്പടി എടുക്കാനായിട്ട്. അപ്പോൾ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. ഇത് ഒട്ടും നടക്കൂല എന്ന് എനിക്ക് അറിഞ്ഞപ്പോഴാണ് ഞാൻ മാതാവിനോടുള്ള വിശ്വാസം കൂടിയത്. പിന്നെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഓരോ റീൽസ് കാണുമ്പോൾ ഓരോ സാക്ഷ്യങ്ങൾ ഇങ്ങനെ കയറി വരും. അത് ജർമ്മൻ ലാംഗ്വേജായിട്ട് ബന്ധപ്പെട്ട ഓരോ സാക്ഷ്യങ്ങളായിരിക്കും. അങ്ങനെ കുറേ കണ്ട് എനിക്ക് വിശ്വാസം വന്ന് ഉടമ്പടി എടുത്ത്. പിന്നെ ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് പിന്നെ ഡിസംബർ 17-ാം തീയതി എനിക്ക് വിസ അപ്പോയിൻമെൻറ്റ് ഡേറ്റ് കിട്ടി. പിന്നെ പച്ചത്തിരിയിൽ 7 എന്നുള്ള നമ്പർ ഉരുകി വന്ന് അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന്. പിന്നെ വിസ ഇൻ്റർവ്യൂ നന്നായിട്ട് അറ്റൻഡ് ആക്കി. അവിടെ ഉപ്പും തൈലവും പുരട്ടി എൻ്റെ സർട്ടിഫിക്കറ്റ്സൊക്കെ സബ്മിറ്റാക്കി. ഒരു 3 വീക്സ് കഴിഞ്ഞപ്പോഴേക്കും വിസ ഡിസ്പാച്ചറായെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്ന്.
വിസ എൻ്റെ കയ്യിൽ, പാസ്പോർട്ട് എൻ്റെ കയ്യിൽ കിട്ടി. ഉപ്പും തൈലവും തേച്ച് ഞാൻ പ്രാർത്ഥിച്ച് തുറന്ന് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എൻ്റെ വിസ, ജർമ്മൻ വിസ അതിലുണ്ടായിരുന്നു. ഇത്രയും കാലമായിട്ടും ഓരോ ഏജൻസിയിൽ കൊടുത്തിട്ടും കിട്ടാത്ത വിസ ഞാൻ ഉടമ്പടി എടുത്ത് പിന്നെ എനിക്ക് എൻ്റെ മാതാവ് എനിക്ക് തന്നു. അതും ഈ പാസ്പോർട്ടിൻ്റെ 7ാമത്തെ പേജിൽ തന്നെ വിസ അടിച്ച് കിട്ടി. പിന്നെ ജോസഫ് അച്ഛൻ പറഞ്ഞ ഗോൾഡൻ 7 തന്നെ എനിക്ക് ഏപ്രിൽ 7 തന്നെ ഞാൻ ജർമ്മനിക്ക് പോവുകയാണ്. ആ ഗോൾഡൻ 7 എനിക്ക് തന്നെ കിട്ടിയെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. കുടുംബ പ്രാർത്ഥന എത്തിക്കാനും ഒന്നും എനിക്ക് ഭയങ്കര മടിയൊക്കെ ആയിരുന്നു. ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോവും, കുർബാന കൂടും, എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കും. അത് പിന്നെ എൻ്റെ മടിയെല്ലാം പോയി. ഇപ്പോൾ ഒരു മടിയും കൂടാതെ കുടുംബ പ്രാർത്ഥനയിലും വിശുദ്ധ കുർബാനയിലും പങ്കെടുക്കും. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ലൂക്ക 18:27. അങ്ങനെ ഞാൻ ഈ ഏപ്രിൽ 7 ജർമ്മനിക്ക് പോവുകയാണ്. ചൊവ്വാഴ്ച ദിവസം തന്നെ പോകാനുള്ള അനുഗ്രഹം മാതാവ് എനിക്ക് തന്ന്. അങ്ങനെ എനിക്ക് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ എല്ലാ മാസവും പത്രം വാങ്ങി കൊടുക്കും. പിന്നെ കഴിഞ്ഞ മാസം വേളാങ്കണ്ണി പോയപ്പം തമിഴ് പത്രം വാങ്ങി കൊടുത്ത് ഞാൻ പള്ളിയിലേക്ക് പത്രം കൊണ്ട് കയറിയത് എനിക്ക് ഓർമ്മയുള്ളൂ. അവിടെ ചെന്നപ്പോൾ സെക്കൻഡുകൾ കൊണ്ട് എൻ്റെ കയ്യിലത്തുള്ള പത്രങ്ങളെല്ലാം തീർന്ന് അവരെന്നോട് ചോദിച്ച് വാങ്ങണമായിരുന്നു പത്രം. പെട്ടെന്നായിരുന്നു പത്രം തീർന്നത്. പിന്നെ ഞാൻ ജർമ്മനിക്ക് പോകുമ്പോൾ ഇവിടുന്ന് ജർമ്മൻ ലാംഗ്വേജ് പത്രം വാങ്ങിയിട്ടാണ് പോണത്. മാതാവിനും ഈശ്വരകുമാരനും 1000 നന്ദി. എനിക്കിപ്പോൾ 43 വയസ്സായി. ഞാൻ 6 മാസമായിട്ടുള്ള ഉടമ്പടിയിൽ സജീവമായി പ്രവർത്തിക്കുന്നത്. എനിക്ക് ഇപ്പോൾ ഈ ഉടമ്പടി ജീവിതത്തിൽ എനിക്ക് തോന്നിയേക്കണത് എൻ്റെ 43 വർഷം വേസ്റ്റായിപ്പോയി. അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. അതായത് ഞാനൊരു മാതാവിൻ്റെ പള്ളി ഇടവക അംഗമാണ്. എങ്കിലും ഞാൻ എൻ്റെ മാതാവിനെ മൈൻഡ് ചെയ്യാറുണ്ടായിരുന്നില്ല. ഞാൻ ഈശോയോട് മാത്രമാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ മാതാവിനെ ഞാൻ മൈൻഡ് ചെയ്യാറുന്നില്ല. ഇപ്പം എൻ്റെ മാതാവിന് മാപ്പ് ചോദിക്കണ ഈ അവസരത്തിൽ മാതാവിനോട് എല്ലാവരും പ്രാർത്ഥിച്ച ഈശോ വഴിയായിട്ട് എല്ലാം സാധിച്ചു വരും. എൻ്റെ 2019 നിയോഗങ്ങളും ഈ 2025 നിയോഗങ്ങളും അമ്മ ഈശോ വഴിയായിട്ട് സാധിച്ചെന്ന് മൈൻഡ് ചെയ്യാതിരുന്നതിൽ എന്നോട് ക്ഷമിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ രണ്ടുപേരും പത്രം വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ രോഗികൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അച്ഛനും അമ്മയൊക്കെ പാടില്ലാണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ പോയി കാണും. അവർക്ക് ഉപ്പും തേനൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ പ്രാർത്ഥനയിൽ സജീവമായി പങ്കെടുക്കാറുണ്ട്. കുർബാനയിൽ ഞാൻ അച്ഛൻ ഈശോനെ പൊക്കുമ്പോൾ ഞാൻ അപ്പത്തിൽ ക്രൂശിത രൂപം മുൾമുടി അണിഞ്ഞിരിക്കുന്ന ഈശോനെ ഞാൻ കാണാറുണ്ട്. എനിക്ക് അപ്പം അച്ഛന്മാർ എൻ്റെ പാത്രത്തിൽ അപ്പം വെക്കുമ്പോൾ എനിക്കത് ഇഷ്ടമല്ല. ഇപ്പം ഈ 6 മാസമായിട്ട് എനിക്ക് അപ്പം ഉയർത്തി കാണുന്നതാണ് എനിക്കിഷ്ടം. അപ്പം ഞാൻ എല്ലാ കുർബാനയിലും ഞാൻ ഈശോയെ, മുൾമുടി ചൂടിയ ഈശോയെ ഞാൻ കാണാറുണ്ട്. പിന്നെ കുടുംബ പ്രാർത്ഥന എത്തിക്കാൻ ഇപ്പോൾ ഈ പറഞ്ഞോളെ എനിക്ക് ഉടമ്പടിക്ക് മുമ്പ് മടിയായിരുന്നു. പക്ഷേ ഇപ്പം എല്ലാ ദിവസവും മുടങ്ങാതെ ഉടമ്പടി പ്രാർത്ഥനയിലും അച്ഛൻ്റെ ഡെയിലി ബ്രെഡിലും ഉടമ്പടി ധ്യാനത്തിലും സജീവമായി പങ്കെടുക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും എൻ്റെ അമ്മയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. ഇനിയും വന്ന് സാക്ഷ്യം തുടരും. അതാണ് എൻ്റെ സാക്ഷ്യം. സങ്കീർത്തനങ്ങൾ 36, 7, 8 തിരുവചനങ്ങൾ. ദൈവമേ, അങ്ങയുടെ കാരുണ്യം എത്ര അമൂല്യം! മനുഷ്യമക്കൾ അങ്ങയുടെ ചിറകുകളുടെ തണലിൽ അഭയം തേടുന്നു. അവർ അങ്ങയുടെ ഭവനത്തിലെ സമൃദ്ധിയിൽ നിന്ന് വിരുന്നുണ്ട് തൃപ്തിയടയുന്നു. അവിടുത്തെ ആനന്ദധാരയിൽ നിന്ന് അവർ പാനം ചെയ്യുന്നു. സരിത ബിജു എന്ന സഹോദരിയും മകൾ വിസ്മയയും പരിശുദ്ധമ്മയുടെ ഉടമ്പടിയിലൂടെ ലഭിച്ച ജീവിതത്തിൻ്റെ പ്രത്യേക അനുഗ്രഹങ്ങളെ സന്തോഷത്തോടെ അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ സാക്ഷ്യത്തിൻ്റെ ഒരു പ്രത്യേകത, രണ്ടുപേരും അമ്മയുടെ തിരുനടയിൽ ഏറ്റുപറയുന്നുണ്ട്. ഒന്ന്, ഉടമ്പടി ജീവിതത്തിനൊരു ക്രമം കൊണ്ടുവന്നു, ഉണരുവാൻ ഒരു സമയം കൊണ്ടുവന്നു, പ്രാർത്ഥിക്കുവാൻ ഒരു ചിട്ട കൊണ്ടുവന്നു. എങ്ങനെ വിശ്വാസത്തെ ആഴപ്പെട്ട് ജീവിക്കുകയും മറ്റുള്ളവരുടെ മുമ്പിൽ ധൈര്യത്തോടെ പങ്കുവെക്കുകയും ചെയ്യണം എന്നതിനെക്കുറിച്ചൊരു ബോധ്യം കൊണ്ടുവന്നു.
ക്ലേശിതർക്കും ദരിദ്രർക്കും ഉള്ളത് പങ്കുവയ്ക്കുവാനുള്ള ഒരു സന്മനസ് ജീവിതത്തിൽ കൊണ്ടുവന്നു. അങ്ങനെ ദൈവനാമത്തെ അറിഞ്ഞ് സ്നേഹിച്ച് ബോധ്യത്തോടു കൂടി ജീവിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ജീവിതത്തിനൊരു മാറ്റം ഉടമ്പടിയിലൂടെ കൊണ്ടുവന്നുവെന്ന് രണ്ടുപേരും ഏറ്റുപറയുന്നുണ്ട്. ഉടമ്പടി നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിച്ചുകൊണ്ട് നിത്യതയ്ക്ക് വേണ്ടി അതിനെ ഒരുക്കിയെടുത്തുകൊണ്ട് ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്, ഓരോ നിമിഷവും ദൈവത്തിൻ്റെതാണ്. ദൈവത്തിന് ഹിതകരമായ രീതിയിൽ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരു പദ്ധതിയുടെ മേലും ഏതൊരു ക്ലേശത്തിൻ്റെ മേലും ആശീർവാദത്തിൻ്റെ കരം വിരിച്ചുകൊണ്ട് അനുഗ്രഹത്തിലേക്ക് നയിക്കും എന്നത് നമുക്ക് ഉടമ്പടിയിൽ ലഭിക്കുന്നൊരു ബോധ്യമാണ്. അതാണ് ഈ രണ്ടുപേരും പറയുന്നത്. ഞങ്ങളുടെ ജീവിതത്തിലൊരു മാറ്റം വന്നത്, 43 വർഷത്തെ ജീവിതത്തിനൊരു പുതിയ തുടക്കം നൽകിയത് അത് ഉടമ്പടിയിലൂടെയാണെന്ന്. നമ്മൾ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ കേവലം ഭൗതിക നന്മകൾ നേടുവാൻ വേണ്ടിയുള്ള ഒരു എളുപ്പവഴിയായിട്ടല്ല, മറിച്ച് ഇന്ന് വരെയും അകലെ മാറ്റി നിർത്തി എൻ്റെ കർത്താവിനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് ഈശോയുടെ അനുഗ്രഹം പ്രാപിക്കുവാനുള്ള ഒരു വിശുദ്ധമായ വിശ്വാസ ജീവിതം വിശ്വസ്തയോടുകൂടി നയിക്കുന്നതിന് നമ്മളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനും ജീവിതത്തെ പുനഃക്രമീകരിക്കുവാനും സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. അതിന് കൃത്യമായും ഉടമ്പടി നിബന്ധനകളെ ഓരോ തവണയും നാം ഒന്ന് പരിശോധിച്ച് വായിക്കുമ്പോൾ അതിലെന്തൊക്കെയാണോ ഉപേക്ഷിക്കുവാനുള്ളത് ആ ഉപേക്ഷകളിലേക്ക് നമ്മുടെ തീരുമാനങ്ങൾ വരണം. എന്തൊക്കെയാണോ ജീവിതത്തോട് ചേർത്ത് പിടിക്കുവാനുള്ളത് അവ ചേർത്ത് പിടിക്കുവാൻ നമുക്ക് നിർബന്ധമുണ്ടാവണം. പാപത്തിൻ്റെ മേഖലകളെ ഉപേക്ഷിക്കുവാനും കുംഭസാരത്തിൻ്റെ വിശുദ്ധ കുർബാനയുടെ തിരുവചന പാരായണത്തിൻ്റെ മേഖലകളിലേക്ക് ജീവിതത്തെ ആഴപ്പെടുത്തി നിർത്തുവാനും നമ്മൾ ശ്രമിക്കുമ്പോൾ അതിലൂടെ നമ്മുടെ ആത്മീയ ജീവിതം മാറ്റപ്പെടുന്നുണ്ട്, ഭൗതിക ജീവിതത്തിന് മാറ്റം വരുന്നുണ്ട്. നാം പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾക്ക് അത് അനുഗ്രഹമായി തീരുകയും ചെയ്യുന്നുണ്ട്. മകൾ പ്രത്യേകതയോടുകൂടി സൂചിപ്പിച്ചു, അവരുടെ ജർമ്മൻ ഭാഷാ പഠനത്തിന് വിദേശത്തേക്കുള്ള യാത്രയ്ക്ക് അത് അമ്മ മാതാവ് ഈ നാളുകളിൽ എങ്ങനെ കരം പിടിച്ച് നടത്തുകയും അത് ഫലമണിയിച്ച് അനുഗ്രഹിക്കുകയും ചെയ്യുന്നുവെന്ന്. ഉടമ്പടിയിലൊരു നിയോഗം വെച്ചിട്ടുണ്ടോ, ഉടമ്പടി തന്നെ ആ നിയോഗം അമ്മ മാതാവ് നയിക്കുന്നുവെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തും. അതുകൊണ്ടാണ് മകൾ ആവർത്തിച്ച് പറയുക, ഗോൾഡൻ 7 എന്ന 7ാമത്തെ പുറത്തിൽ എൻ്റെ വിസ അടിച്ചു വന്നു, 7ാം തീയതി ഞാൻ വിദേശത്തേക്ക് പോകുന്നു, ഒരു ചൊവ്വാഴ്ച ദിവസം അമ്മ എനിക്ക് അതിനു വേണ്ടി ഒരുക്കി തന്നു. ഇതെല്ലാം ഉടമ്പടിയുമായി ബന്ധപ്പെട്ട അക്കങ്ങളും ദിവസങ്ങളുമാണ്. ഞാൻ ഉടമ്പടിയിലായിരിക്കുമ്പോൾ എൻ്റെ അമ്മ ഉടമ്പടി പ്രകാരം എന്നെ ഈശോയുടെ അനുഗ്രഹത്താൽ നിറയ്ക്കുന്നുവെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ചില അടയാളങ്ങളിലൂടെ എൻ്റെ ജീവിതത്തെ അനുഗ്രഹിച്ചുകൊണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് അമ്മയുടെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കണം. നാം നടക്കുന്ന വഴികളിലൂടെ ആയിരിക്കില്ല നമുക്കുള്ള അനുഗ്രഹം ഒരുക്കി വച്ചിരിക്കുന്നത്. ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന അനുഗ്രഹത്തിന് വേണ്ടി ദൈവം ആഗ്രഹിക്കുന്ന വഴികളിലൂടെ, ഒരുപക്ഷെ അത് അനുരഞ്ജനത്തിലൂടെ ആവാം, അത് ഒരുപക്ഷെ പാപങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടാവാം, ഒരുപക്ഷെ ചില ആർത്തിയുടെ മേഖലകളെ, ചില ജീവിതത്തിൻ്റെ പ്രവൃത്തികളെ ക്രമീകരിച്ചുകൊണ്ടാവാം നമ്മൾ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മളെ തന്നെ തയ്യാറാക്കിയെടുക്കേണ്ടത്. ഉടമ്പടിയിലാണോ അനുഗ്രഹം ഉറപ്പാണ്, ഉടമ്പടിയിലാണോ ജീവിതം ക്രമപ്പെടുത്തണമെന്നത് നിർബന്ധവുമാണ്. ജീവിതം ദൈവസന്നിധിയിൽ വിശുദ്ധീകരിക്കുമ്പോൾ ദൈവം ഒരുക്കി വെച്ച പദ്ധതികൾ നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി മാറിക്കൊണ്ടിരിക്കും. ഈ കുടുംബത്തിന് ലഭിച്ച ഈ ജീവിത ബോധ്യങ്ങൾക്ക്, ആത്മീയ അനുഭവങ്ങൾക്ക്, ഭൗതിക നേട്ടത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ഷീജ അക്കിൻ, ഇതെൻ്റെ ഹസ്ബൻഡ് അക്കിൻ, മോള് ആഷ്ന അക്കിൻ. ഞാൻ കൊട്ടാരക്കരയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ അമ്മയുടെ പ്രതിഷ്ഠീകരണത്തിൻ്റെ സാക്ഷിയാക്കി 3ാമതും സാക്ഷ്യം പറയാൻ എന്നെ ഇവിടെ എത്തിച്ചതിന് എൻ്റെ അമ്മയ്ക്കും കർത്താവിനും ഞാൻ 1000 നന്ദി പറയുന്നു. ഞാൻ ആഗസ്റ്റ് 2022 ആദ്യമായി ഉടമ്പടി എടുത്തത്. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലെ ഒരു കൂട്ടുകാരി വഴിയാണ് കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത്. അങ്ങനെ ഞാൻ ആഗസ്റ്റ് 2022 ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഞാൻ എൻ്റെ ഉടമ്പടി ഇപ്പോൾ 7ാമത്തെ പ്രാവശ്യമാണ് പുതുക്കിയിരിക്കുന്നത്. ഇത്രയും ഉടമ്പടി എടുത്ത് ഇത്രയും നാൾ വരെ ഞാൻ എൻ്റെ ഉടമ്പടിയിൽ തന്നെ തുടർന്ന് ഉടമ്പടി പാലിച്ച് തന്നെ പോരുകയാണ്.
ഇന്ന് ഞാൻ ജർമ്മനിയിൽ നിന്ന് എയർപോർട്ടിൽ നിന്ന് നേരിട്ട് ഇങ്ങോട്ട് വരുവാണ്. മാതാവിൻ്റെ അടുത്ത് സാക്ഷ്യം പറഞ്ഞിട്ട് വീട്ടിലോട്ട് പോകുള്ളൂ എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ ഞാൻ അഖണ്ഡ ജപമാല റാലി കൂടി ഞാൻ ജോസഫച്ചനെ കണ്ട ബ്ലെസ്സിങ് വാങ്ങിച്ചിട്ടായിരുന്നു പോയത്. എനിക്ക് അവിടെ ജർമ്മനിയിലൊരു പ്രത്യേകം ഒരു എക്സാമുണ്ട് ഞങ്ങൾക്ക്, നേഴ്സിംഗ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു എക്സാം. അത് ഞങ്ങൾക്ക് 2 ചാൻസേ ഉള്ളൂ. അപ്പം രണ്ടാമത്തെ പ്രാവശ്യവും കിട്ടിയില്ലെങ്കിൽ നമുക്കവിടെ ജോലി ചെയ്യാൻ പറ്റില്ല, തിരിച്ചു പോരണമെന്നാണ്. അപ്പം ആദ്യത്തെ പ്രാവശ്യം ലാംഗ്വേജ് ഇമ്പ്രൂവ് ആവണമെന്നും പറഞ്ഞ് എനിക്ക് ആ എക്സാമിന് പാസ്സാകാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ വന്ന് ജോസഫച്ചനെ കണ്ട് ബ്ലെസ്സിങ് വാങ്ങിച്ചാൽ എനിക്കത് സാധിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. അങ്ങനെ ഞാനിവിടെ അച്ഛനെ കാണാൻ വേണ്ടി ടോക്കൺ എടുക്കാൻ നിന്നപ്പം നമുക്ക് ഇവിടുത്തെ പോലെ എക്സാമിന് അവർ ഹാൾ ടിക്കറ്റ് ഒന്നും തരത്തില്ല. അവർ നമ്പർ മാത്രം എന്നാണെന്ന് എക്സാം എന്നുള്ളത് നമ്മളെ ഫോൺ വിളിച്ച് അറിയിക്കത്തേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ എക്സാമിന് ഡേറ്റ് എടുത്ത് ഇവിടെ വന്നപ്പം അച്ഛനെ കാണാൻ വേണ്ടി നിന്നപ്പം എന്നോട് ഹാൾ ടിക്കറ്റ് അവർ ചോദിച്ചു. അപ്പോൾ ഈ എഴുതിയ ഈ രേഖ വെച്ച് അച്ഛനെ കാണാൻ പറ്റില്ല എന്ന്, പറ്റുമോയെന്ന് അറിയത്തില്ല, അച്ഛൻ സമ്മതിക്കുമോ എന്നറിയില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാനിവിടെ ഒന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അമ്മയെ മാതാവിനെ അറിയാമല്ലോ, എൻ്റെ കയ്യിൽ വേറെ രേഖയൊന്നുമില്ല എന്നും പറഞ്ഞ് ഞാനിവിടെ ഒന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ അച്ഛൻ്റെ അടുത്ത് കാണാൻ വന്നപ്പോൾ അച്ഛൻ എന്നോട് ചോദിക്കുക പോലും ചെയ്യാതെ അച്ഛൻ എന്നെ പ്രത്യേകമായി ബ്ലെസ് ചെയ്ത് കാശുരൂപം തന്നുവിട്ട് പോയി രക്ഷപ്പെടുക എന്ന് പറഞ്ഞു. അതുതന്നെ എനിക്ക് ഉറച്ച വിശ്വാസമായിരുന്നു അത് മാതാവിൻ്റെ സാന്നിധ്യമാണെന്ന്. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ വെച്ചപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു എനിക്ക് ജനുവരിയിൽ എക്സാം എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണഗതിയിൽ അവിടെ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളൊക്കെ തീരണമെങ്കിൽ ജനുവരി ലാസ്റ്റൊക്കെ ആവും. അപ്പം എൻ്റെ തീർത്ഥാടന ഉടമ്പടി എടുത്തത് ഒക്ടോബർ 19 എടുത്തത് ജനുവരി 19 തീരുന്നതുകൊണ്ട് അതിന് മുമ്പ് മാതാവ് തന്നെ എനിക്കൊരു ഡേറ്റ് തരണമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ട് ഇവിടുന്ന് ഞാൻ പോയി ഒരാഴ്ച ആകുന്നതിന് മുമ്പ് അവിടുന്ന് എൻ്റെ ഫ്രണ്ട് വിളിച്ചു പറഞ്ഞു എനിക്ക് ജനുവരി 16 എക്സാമിന് ഡേറ്റ് കിട്ടിയെന്ന്. അപ്പം തന്നെ എനിക്ക് ബോധ്യമായി മാതാവ് ഇടപെട്ടു എന്നുള്ളത്. അങ്ങനെ എക്സാം ഭയങ്കര ടഫായിരുന്നു. അപ്പോൾ എല്ലാവരും ഇത് പാസ്സായില്ലെങ്കിൽ തിരിച്ചു പോകണം എന്നൊക്കെ പറഞ്ഞ് ഫ്രണ്ട്സും എല്ലാവരും എന്നോട് പറഞ്ഞ് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും എൻ്റെ കർത്താവ് ഇടപെടും, മാതാവ് സഹായിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഞാനൊരു പേപ്പറിൽ ഡേറ്റ് ഇട്ട് മാതാവിനോട്, പിന്നെ ജനുവരി 21 ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയാറുള്ളത് പോലെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഒരു ഗിഫ്റ്റായിട്ടും അമ്മ എന്നെ ജയിപ്പിക്കണം എന്നും പറഞ്ഞ് ഞാനൊരു പേപ്പറിൽ എഴുതി ഉടമ്പടി ഉപ്പ് ഇട്ട് വിശ്വാസപ്രഖ്യാപനം ചൊല്ലി പ്രാർത്ഥിച്ചു. അങ്ങനെ ആ എക്സാമിന് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴും എക്സാം ഇരിക്കുന്ന റൂമിലും എല്ലാം ഉടമ്പടി ഉപ്പിട്ടാണ് ഞാൻ കയറിയത്. പിന്നെ ഉടമ്പടി കാശുരൂപം എപ്പോഴും ഞാൻ കൈ കൊണ്ടു നടക്കാറുണ്ട്, ഒരിക്കലും എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ മാറ്റാറില്ല. ഡ്യൂട്ടിയുടെ സമയത്ത് ഞാൻ പോക്കറ്റിലിടും. എപ്പോഴും ഉടമ്പടി കാശുരൂപം കയ്യിലുള്ളത് എനിക്കൊരു വല്ലാത്തൊരു ധൈര്യമാണ്. അങ്ങനെ ഞാൻ എക്സാമിന് കയറി. എനിക്ക് ആദ്യത്തെ പരീക്ഷനെ കഴിഞ്ഞും അങ്ങനെ വലിയൊരു ഈസി ആയിട്ടൊന്നും അല്ലായിരുന്നു. എനിക്ക് പറയാൻ നല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവരൊരു 5 മിനിറ്റ് പുറത്തിറങ്ങി നിൽക്കാൻ പറഞ്ഞ് അവരത് പറയും. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്ന സമയത്തും ഞാൻ ഉടമ്പടി കാശുരൂപം പിടിച്ച് പ്രദക്ഷിണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ഒക്കെ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവർ എന്നോട് വിളിച്ച് പറഞ്ഞു എക്സാം പാസ്സായെന്ന് പറഞ്ഞു. അത് എനിക്ക് ഉറപ്പാണ് എൻ്റെ മാതാവിൻ്റെയും കർത്താവിൻ്റെയും സഹായം കൊണ്ട് അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ജയിച്ചതെന്ന്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അച്ഛൻ പറയാറുള്ളത് പോലെ എപ്പോഴും ഞാനത് പറയാറുണ്ട്. ഞാൻ എൻ്റെ റൂമിൽ അതിങ്ങനെ ഒരു ബോർഡിൽ ഇങ്ങനെ എഴുതി വെച്ച് ഉടമ്പടി തൈലം വെച്ച് കാശുരൂപം ഉടമ്പടി തൈലം കൊണ്ടും കാശുരൂപം കൊണ്ടും വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ എപ്പോഴും അത് പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ഹസ്ബൻഡിന് പാങ്ക്രിയാറ്റിസിൽ ഒരു ഇൻഫെക്ഷൻ വന്ന് പുള്ളിക്കാരന് വയറുവേദനയൊക്കെ ആയിട്ടൊരു വയ്യാതെ വന്നായിരുന്നു. അപ്പോൾ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അങ്ങനെ പറഞ്ഞ് എന്നെ വിളിച്ചു പറഞ്ഞപ്പം ഞാൻ പ്രാർത്ഥിച്ചപ്പം മാതാവായിട്ട് എനിക്ക് തോന്നിച്ചു ഇങ്ങനെ പോയി സ്കാൻ ചെയ്ത് നോക്കാം എന്താണെന്ന് അറിയില്ല എന്നുള്ളത്. അങ്ങനെ ബ്ലഡ് റിപ്പോർട്ട് സ്കാനും ചെയ്ത് നോക്കിയപ്പം ഞാനിവിടെ വർക്ക് ചെയ്ത ഹോസ്പിറ്റൽ തന്നെയായിരുന്നു. ഡോക്ടർ ഇങ്ങനെ എന്നോട് വിളിച്ചു പറഞ്ഞു പാങ്ക്രിയാസിൽ ഇൻഫ്ലമേഷനാണ്, അത് കൂടുതലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെയാണ് ഹസ്ബൻഡിന് ഇവിടെ ഭയങ്കര ടെൻഷനുമായി. ഞാൻ പറഞ്ഞു ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, മാതാവ് സഹായിക്കും, ഞാൻ വിശ്വാസത്തോടെ എൻ്റെ വയറയിൽ ഉടമ്പടി തൈലം തേച്ച് ഞാൻ പുള്ളിക്ക് വേണ്ടി വിശ്വാസപ്രഖ്യാപനം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച അടുത്ത പ്രാവശ്യം ബ്ലഡ് ചെക്ക് ചെയ്യാൻ ചെല്ലാൻ പറഞ്ഞ് നോക്കിയപ്പോൾ അത് നോർമലായിരുന്നു. പിന്നെയും കുറച്ച് നാൾ കഴിയുമ്പോൾ ഒന്നും കൂടെ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ പിന്നെയും ചെക്ക് ചെയ്ത് നോക്കി. പിന്നെ ഇതുവരെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഹസ്ബൻഡിന് വന്നിട്ടേ ഇല്ല. അത് മാതാവിൻ്റെ ഇടപെടലാണ്, കർത്താവിൻ്റെ അനുഗ്രഹമാണെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ഡ്യൂട്ടിയിൽ എനിക്കവിടെ ഇൻറ്റൻസീവിലായിരുന്നു ഡ്യൂട്ടി. ഞാൻ ഇവിടെ ഇൻറ്റൻസീവിൽ തന്നെ ചെയ്ത് അവിടെ ചെയ്യാനായിരുന്നു എനിക്ക് ആഗ്രഹം.
ശരിക്കും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻറ്റും കുറച്ച് ഏജ് ആയിട്ടുള്ള പേഷ്യൻറ്റും ഇൻറ്റൻസീവിലാണ്. കുറച്ച് റിസ്ക് ആണെങ്കിലും എനിക്ക് അവിടെ ആ പേഷ്യൻറ്റിനെ നോക്കാനായിരുന്നു എനിക്കിഷ്ടം. അപ്പം ഭാഷ ഇമ്പ്രൂവ് ആകണമെന്നൊക്കെ പറഞ്ഞ് അവർ വാർഡിലോട്ട് ഇങ്ങനെ ഡ്യൂട്ടി മാറ്റുമെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു അടുത്ത ആഴ്ച തൊട്ട് അവിടെയാണ് ഡ്യൂട്ടി, ഒരു തരത്തിൽ മാറ്റി തരത്തില്ല. ഞാൻ അവരോടെല്ലാം പറഞ്ഞു നോക്കി. പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ എൻ്റെ മാതാവിനോടും ഈശോയോടും പറയാം, വേറെ ആരോടും ഞാൻ പറയുന്നില്ല. ചോദിക്കുകയും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞ പോലെ ഞാൻ കർത്താവിനോട് ചോദിച്ചു. അങ്ങനെ ഇതുപോലെ എനിക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഞാനിങ്ങനെ ഒരു പേപ്പറിൽ എഴുതി ഉടമ്പടി ഉപ്പിട്ട് ഇങ്ങനെ മാതാവിൻ്റെ പാദത്തെങ്കിൽ ഇങ്ങനെ വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ഞാൻ അവിടെയും ഞാൻ ICUന്ന് ഇറങ്ങി, ലാസ്റ്റ് അവിടുന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞാൻ എന്നെ ഇവിടുന്ന് മാറ്റാൻ മാതാവ് സമ്മതിക്കല്ല് അങ്ങനെ പറഞ്ഞ് എൻ്റെ നെയിം ബോർഡിൻ്റെ അവിടെ ഉടമ്പടി ഉപ്പിട്ട് വിശ്വാസപ്രഖ്യാപനം ചൊല്ലി പ്രാർത്ഥിച്ചു. എന്നിട്ട് എൻ്റെ കൂടെയുള്ളവരോട് ഞാൻ ഉറപ്പ് പറഞ്ഞു, ഇല്ല എന്നെ ഇവിടുന്ന് ആരും മാറ്റത്തില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവർ അവിടെ ഡ്യൂട്ടി ഇടത്തില്ല എന്ന് പറഞ്ഞിരുന്നവർ അടുത്ത ബുധനാഴ്ച എന്നെ മാറ്റുന്ന ദിവസം എന്നോട് വന്ന് പറഞ്ഞു, നീ ഇവിടെ തന്നെ നിന്നോന്ന്. അത് എൻ്റെ അവിടെയുള്ള എല്ലാ കൂട്ടുകാർക്കും വലിയ അത്ഭുതമായി. അവരെല്ലാം പറഞ്ഞു, ചേച്ചി മാതാവിനോടുള്ള പ്രാർത്ഥന ഭയങ്കര ശക്തിയാണ് എന്നും പറഞ്ഞ് പിള്ളേരെല്ലാം എന്താവശ്യം ഉണ്ടെങ്കിലും ഇപ്പോൾ എന്നോട് പറയാറുണ്ട്. അങ്ങനെ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഞാൻ ലൈറ്റ് കാൻ്റെ പ്രയർ റിക്വസ്റ്റ് ഇട്ടും അങ്ങനെ എന്താവശ്യം ഉണ്ടെങ്കിലും പ്രാർത്ഥിച്ച് ഉടമ്പടി ഉപ്പിട്ട് വിശ്വാസപ്രഖ്യാപനം ചൊല്ലി പ്രാർത്ഥിച്ച ഒരു കാര്യവും ഇതുവരെയും സാധിച്ചു തരാതിരുന്നിട്ടില്ല. ഉടമ്പടി ഉപ്പിൻ്റെ ശക്തി അതൊരു വളരെ ഒരു പ്രത്യേകമായ അനുഭവമാണ്. പിന്നെ ഞാൻ എൻ്റെ റൂമിൽ മാതാവിനോടും ഈശോയോടും എപ്പോഴും തന്നെ വർത്തമാനം പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു കമ്മ്യൂണിക്കേഷനുണ്ട്. എന്ത് വിഷമത്തിൽ ഞാൻ എപ്പം ബൈബിൾ എടുത്ത് പ്രാർത്ഥിച്ചാലും അതിനൊരു മറുപടി തരുന്നത് പോലെ എനിക്ക് തരാറുണ്ട്. സങ്കീർത്തനം 118 പറയുന്നത്, നിൻ്റെ ദൈവമായ കർത്താവ് നിൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ. എപ്പോഴും ഞാൻ ആ വചനം എടുത്ത് വായിക്കും. പിന്നെ ആവർത്തന പുസ്തകത്തിൽ ഞാനിങ്ങനെ ഒരു ദിവസം വിഷമിച്ചിങ്ങനെ ഇരുന്നപ്പം എനിക്ക് കിട്ടിയ വചനമാണ് ആവർത്തന പുസ്തകം 20. മിസ്രയീം ദേശത്ത് നിന്നെ കൊണ്ടുവന്ന ദൈവമായ യഹോവ നിന്നോട് കൂടെയുണ്ട്, നീ ശത്രുക്കളെയും രഥങ്ങളെയും നിന്നിലധികം ജനത്തെയും കണ്ട് പേടിക്കരുത്, ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതിക്കൊള്ളും. എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഞാൻ എപ്പോഴും മനസ്സിലിത് ഓർക്കാറുണ്ട്. എന്നാലും എനിക്കൊരു പ്രത്യേക ധൈര്യം കിട്ടാറുണ്ട്. പിന്നെ കാരുണ്യപ്രവൃത്തി എന്ന് പറയാൻ ഞാനിവിടെ വന്ന് പത്രം വാങ്ങിക്കുമ്പോഴല്ല എപ്പോഴും തന്നെ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി പേഷ്യനെ കണ്ട് പത്രം കൊടുക്കാറുണ്ട്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഒക്ടോബറിൽ വന്ന് ഞാനങ്ങനെ പത്രം കൊടുത്തപ്പം ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അവർക്കൊരു സാമ്പത്തിക സഹായമായിട്ടും പത്രവും ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ച് പോയതാണ്. അപ്പം അന്ന് ഭയങ്കര മഴയായിരുന്നു. മഴ കണ്ടപ്പോൾ എനിക്ക് ടോക്കൺ ഇല്ലാതെ കയറ്റി വിടത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ കുറേ ആൾക്കാരുണ്ട്, അവർക്ക് കൊടുത്തിട്ട് പോരാമെന്ന് വിചാരിച്ചു. പക്ഷേ മാതാവ് ഈശോയും എൻ്റെ മനസ്സിലിങ്ങനെ തോന്നിപ്പിക്കുവാണ്, വാർഡിൽ ആ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ ആ പേഷ്യൻ്റെ അടുത്ത് തന്നെ പോയി കാണണമെന്ന്. അങ്ങനെ ഞാൻ വാർഡിൽ ചെന്നപ്പോൾ അവിടെ തീരെ വയ്യാതെയുള്ള കുറേ പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് ഞാൻ പത്രം കൊടുത്തപ്പം ഒരു 2 പേര് അതിങ്ങനെ വാങ്ങിക്കാൻ മടിയായിട്ട് അവരുടെ കണ്ണൊക്കെ നിറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ കൃപാസനത്തിൽ നിന്ന് വരുവാ, അങ്ങനെ തട്ടിപ്പും അങ്ങനെ ഒന്നും അല്ല, പൈസ തന്ന് നിങ്ങൾ വാങ്ങിക്കാൻ മടിയൊന്നും കാണിക്കണ്ടെന്ന്. അപ്പോൾ അവർ കരഞ്ഞുകൊണ്ട് എന്നോട് പറയുക, ഞങ്ങൾക്ക് തോന്നുന്നു മോളെ ദൈവമായിട്ട് ഇങ്ങോട്ട് വിട്ടതാണ്. അവരാണെങ്കിൽ സ്കാനിങ്ങിന് പോകാൻ വേണ്ടി പൈസ ഇല്ലാതെ അവരൊരു 750 രൂപ എവിടെ നിന്ന് ഉണ്ടാക്കുമെന്ന് വിചാരിച്ച് അവരിങ്ങനെ വിഷമിച്ചിരിക്കുമായിരുന്നെന്ന് പറഞ്ഞു. അങ്ങനെ വേറെ ഒരാൾ കൊച്ചിനെയും കൊണ്ട് ഡിസ്ചാർജ് ആയി പോകാൻ വേണ്ടി വണ്ടി പോലും പിടിക്കാൻ കാശില്ലാതെ അങ്ങനെ പറഞ്ഞ് ഞാൻ എപ്പം പത്രം കൊടുത്താലും എൻ്റെ അനുഭവങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് അവർക്ക് കൊടുക്കാറുള്ളത്. പിന്നെ ഞാൻ ജർമ്മനിയിലോട്ട് പോയപ്പം ജർമ്മൻ പത്രം വാങ്ങിച്ചുകൊണ്ട് അവിടുത്തെ പള്ളിയിൽ മാതാവിൻ്റെ കാശുരൂപവും ജർമ്മൻ പത്രവും എല്ലാം കൊടുത്ത് അവരോടും എനിക്ക് അറിയാവുന്ന ഭാഷയിൽ അവരോട് പറഞ്ഞു. പിന്നെ അവിടെയുള്ള എല്ലാ മലയാളി പിള്ളേർക്കും ഞാൻ പോകുമ്പോഴെല്ലാം പത്രം വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുകയും അവർക്ക് വേണ്ടി എല്ലാം പ്രത്യേകം പ്രാർത്ഥിക്കാറുമുണ്ട്. അവിടെ എന്നെക്കൊണ്ട് പറ്റുന്നവരോടെല്ലാം ഞാൻ കൃപാസനത്തെക്കുറിച്ച് പറയുകയും മാതാവിനോട് ഉള്ള ജപമാലയുടെ ശക്തിയെല്ലാം പറയാറുമുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം പത്രം കൊടുക്കാറുണ്ട്. അതുകൂടാതെ ജോസഫച്ചൻ്റെ ഉടമ്പടി ധ്യാനം ഞാൻ ഇതുവരെ ഒരു ഉടമ്പടി ധ്യാനം പോലും ഞാൻ ചൊവ്വാഴ്ചത്തെ മുടക്കിയിട്ടില്ല. ഇത്രയും നാളുകൊണ്ട് എനിക്ക് ചൊവ്വാഴ്ച കൂടാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ആഴ്ച ഏതെങ്കിലും ദിവസം അത് കൂടും. പിന്നെ ഡെയിലി ബ്രെഡ് എല്ലാ ആഴ്ചയും രാവിലെ ഡെയിലി ബ്രെഡ് കൂടും. ഞാൻ യൂട്യൂബിൽ വേറെ ഒരു കാര്യങ്ങളും തന്നെ കേൾക്കാറില്ല, സ്ഥിരമായിട്ട് സാക്ഷ്യം കാണുകയും ഇവിടെ ജീവവചസ്സുകൾ ജോമോൾ സിസ്റ്ററിൻ്റെ വചന ശുശ്രൂഷ, വിജയകുമാർ ബ്രദറിൻ്റെ അങ്ങനെ എല്ലാ പ്രാർത്ഥനകളും ഞാൻ തന്നെ റൂമിലുള്ളൂ. അപ്പോൾ എനിക്കത് ഒച്ചത്തിൽ വെച്ച് കേട്ടോണ്ട് ഞാനിങ്ങനെ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കുമൊക്കെ ഇങ്ങനെ മാതാവിനോടും ഈശോയോടും വർത്താനം പറഞ്ഞ് ഇങ്ങനെ തന്നെയാണ് ഇത്.
അതുപോലെ കാരുണ്യപ്രവൃത്തി, എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചിക്ക് സാമ്പത്തികമായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉള്ളതാണ്. അപ്പം ഞാൻ ആ കൊച്ചിൻ്റെ മോടെ നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടിയൊക്കെ പറയുമ്പോഴെല്ലാം അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ സഹായം ചെയ്യാറുണ്ട്. പിന്നെ ആര് സഹായം ചോദിച്ചാലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ ഈ എക്സാം കഴിഞ്ഞിട്ട് എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാനുണ്ടായിരുന്നു. സർട്ടിഫിക്കറ്റ് അവർ തരും. അപ്പം അതിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ എല്ലാവരും പറഞ്ഞു കുറഞ്ഞത് 1 മാസമെങ്കിലും അല്ലെങ്കിൽ 3 മാസം കൊണ്ടാണ് എല്ലാവർക്കും കിട്ടിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതും ഇതുപോലെ ഉടമ്പടി ഉപ്പിട്ട് വിശ്വാസപ്രഖ്യാപനം ചൊല്ലി പ്രാർത്ഥിച്ച് ഞാനതിന് ആപ്ലിക്കേഷൻ അവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോരുന്നതിന് മുമ്പ് അമ്മ എനിക്ക് ആ സർട്ടിഫിക്കറ്റും കൂടെ തരണം, ഞാനിവിടെ വരുമ്പോൾ അത് പ്രത്യേക സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അതെനിക്ക് 3 ആഴ്ച കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ആ സർട്ടിഫിക്കറ്റും തന്നു. അതുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഫാമിലി വിസയ്ക്ക് അങ്ങനെയൊക്കെ വെക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇനി ബാക്കിയുള്ള പേപ്പർ വർക്ക് എല്ലാം ചെയ്യണമെന്ന് ഞാൻ മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ അവിടെ ജർമ്മൻ കുർബാനയാണ് എങ്കിലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുമ്പോഴെല്ലാം പള്ളിയിൽ പോവുകയും അവിടുത്തെ പള്ളികളിലാണെങ്കിലും അവർക്ക് ഇങ്ങനെ നമ്മൾ ദൈവികപരമായിട്ടുള്ള എല്ലാ മീറ്റിങ്ങുകൾ, കാര്യങ്ങൾ, അങ്ങനെയുള്ള പ്രസംഗങ്ങൾ എല്ലാ ശുശ്രൂഷയ്ക്കും പോകുന്നതെല്ലാം അവർക്ക് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ നമ്മളെ കൊണ്ടുപോവുകയും അങ്ങനെ ഭയങ്കര ഇതാണ്. അപ്പം പള്ളിയായിട്ട് അവിടെയും ഞാൻ എല്ലാവരുമായിട്ടും ഭയങ്കര ഇതും പ്രാർത്ഥനയും അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എല്ലാത്തിനും പോകാറുണ്ട്. പിന്നെ ജപമാല ഞാൻ ഒരു ദിവസം പോലും ഞാൻ ജപമാല മുടക്കാറില്ല. പിന്നെ ആഴ്ചയിൽ എനിക്ക് 2 ദിവസം ലീവ് കിട്ടും. ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും ലീവ് കിട്ടാറുണ്ട്. അപ്പോൾ അതിൽ ഒരു ദിവസം ഞാൻ തന്നെ 1000 മണി ജപമാല ഞാൻ രാവിലെ വെളുപ്പിന് ഡെയിലി അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കഴിഞ്ഞ് അങ്ങോട്ട് ജപമാല ഞാൻ തന്നെ ഇരുന്ന് 1000 മണി ജപമാല ചൊല്ലി ലോക സമാധാനത്തിന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി, എല്ലാത്തിനും വേണ്ടി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ എപ്പോഴും സമയച്ചുരുക്കത്തിൻ്റെ അമ്മ എല്ലാ കാര്യങ്ങളും എനിക്ക് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എൻ്റെ മാതാവിൻ്റെ സഹായത്തിലൂടെ കർത്താവ് എനിക്ക് മാതാവിൻ്റെ മാധ്യസ്ഥം വഴി സാധിച്ചു തന്നതാണ്. എല്ലാം ഞാൻ എപ്പോഴും അപ്പ അമ്മയെന്ന് വിളിച്ച് നമ്മുടെ മാതാപിതാക്കളോട് പറയുന്ന പോലെ എപ്പോഴും ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എനിക്ക് ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്തും അതുകൊണ്ട് ആകുലതയോ അങ്ങനെയൊന്നും ഇല്ല. ഇനിയും പ്രത്യേകിച്ച് എനിക്ക് നിയോഗങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടെയും നിയോഗങ്ങളില്ലെങ്കിലും എൻ്റെ എല്ലാ കാര്യവും സാധിച്ചു തന്ന് എനിക്ക് പ്രത്യേകിച്ച് ആവശ്യങ്ങളില്ലെങ്കിൽ എന്തായാലും ഞാൻ മരണം വരെ ഉടമ്പടി തന്നെ ആകുമെന്ന്, ഉടമ്പടി തന്നെ ജീവിക്കുമെന്ന് ഞാൻ എൻ്റെ മാതാവിനും ഈശോയ്ക്കും വാക്ക് തന്നുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ സാക്ഷ്യം നിർത്തുന്നു. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചു അപേക്ഷിച്ചു. അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. കഷ്ടതയിൽ ദൈവത്തെ വിളിക്കാൻ ഉടമ്പടി ഒരു വഴിയാണ്. ദൈവത്തിൻ്റെ ഇടപെടൽ ചിലപ്പോൾ ഉടമ്പടിയിലെ ഉടനടിയാവാം. ചിലപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ നമുക്ക് താങ്ങാനാവാത്ത പ്രശ്നങ്ങളാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ശക്തി നൽകാം. ചിലപ്പോൾ പുതിയ വഴികളായിരിക്കും നമുക്ക് തുറന്നു തരുന്നത്. എല്ലാ പ്രശ്നങ്ങളുടെ നടുവിലും നിലകൊള്ളാനുള്ളൊരു ശക്തിയാണ് ഉടമ്പടി മക്കൾക്കുള്ളത്. പ്രാർത്ഥനയാണ് ആ വഴിയിലേക്കുള്ള വാതിൽ. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ യോഗ്യതയെ ആശ്രയിച്ചല്ല, പക്ഷേ നമ്മുടെ വിളിയെ ആശ്രയിച്ചാണ്. ഉടമ്പടി മക്കളുടെ ഒരു ദൈവവിളിയാണ്, ഒരു തിരഞ്ഞെടുക്കലാണ്. നാം ഇവിടെ വന്നിരുന്നെങ്കിൽ, ഇന്നിവിടെ വന്നെങ്കിൽ, പരിശുദ്ധാമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്നെങ്കിൽ ഇതൊരു വിളിയാണ്. ഈശോയും അമ്മയും അറിയാതെ ഇവിടെ ആരും വരാറില്ല. നാം ഇവിടെ വന്നെങ്കിൽ നമ്മളെ കൊണ്ടുവന്നതാണ്. നാം തളരുമ്പോഴും ദൈവത്തിങ്കിലേക്ക് തിരിയുമ്പോഴും ദൈവം ഉടനെ പ്രതികരിക്കുന്ന ഒരു രക്ഷകനായ ദൈവമാണ്. നമ്മെ സംരക്ഷിക്കുന്ന ഒരമ്മയാണ് ഈ ആലയത്തിലുള്ളത്, കൃപാസനം അമ്മ. ഒരുപക്ഷെ നാം പലപ്പോഴും പല ബുദ്ധിമുട്ടുകളിലാവാം. രോഗാവസ്ഥയിലോ, വേദനയിലോ, കടബാധ്യതയിലോ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലോ, ബന്ധങ്ങളിലെ തകർച്ചകളിലോ ആവാം. നമ്മൾ ശ്രമിച്ചിട്ടും മുന്നോട്ടെങ്ങനെ പോകും എന്ന ഒരു വിചാരത്തിലാവാം. വചനം പറയുന്നത്, നിൻ്റെ കഷ്ടതയിൽ കർത്താവിനെ വിളിക്കൂ, നീ തകർന്നിരിക്കുമ്പോഴും ദൈവത്തിൻ്റെ കരുണ പ്രവർത്തിക്കുന്നു എന്നാണ്. ജീവിതത്തിലെ ഏത് കഷ്ടതയായാലും വിശ്വാസത്തോടെ കർത്താവിനെ വിളിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും അടുത്തറിഞ്ഞ ഷീജയും കുടുംബത്തിൻ്റെയും ഒരു വലിയ ദൈവസാക്ഷ്യമാണ്, അനുഭവ സാക്ഷ്യമാണ്, പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമാണ് നാം ഇപ്പോൾ ശ്രവിച്ചത്. ഈശോയുടെ അമ്മയോടും ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തുന്ന ഒരു ഈശോയും അമ്മയാണ് നാം കാണുന്നത്. കാരുണ്യ പ്രവൃത്തികളും ഈ മക്കൾ മറന്നില്ല. ആവശ്യമുള്ള
ദോസ് ഹു ആർ ഇൻ നീഡ്, ആവശ്യമുള്ള മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ മക്കളെ സഹായിച്ചത്. നമ്മൾ കേട്ടു ആ സഹായം കൊടുത്ത ആ സഹോദരൻ്റെ വാക്കുകൾ. ഓരോരുത്തരും നമ്മളറിയാതെ പോകുന്ന സങ്കടങ്ങൾ ഒരുപക്ഷെ പരിശുദ്ധമ്മ നമ്മളോട് പറയും, അവരിലേക്ക് പോകൂ, അവിടെ കൊണ്ടുപോയി കൊടുക്കൂ എന്നൊക്കെ. അത് ഈശോയുടെ മമ്മിയുടെ ചേർന്ന് നിൽക്കുമ്പോൾ അമ്മയുടെ ആ സ്വരശ്രവിക്കാനുള്ള ഒരു അനുഗ്രഹമാണ് ഇവർക്ക് കിട്ടിയത്. അങ്ങനെയാണ് ആവശ്യമുള്ള നീടിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കൊടുത്തത്. അങ്ങനെ എത്രയോ പേരെ കണ്ണുനീരൊപ്പുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ഉടമ്പടിയിലൂടെ. നമ്മുടെ കഷ്ടതകൾ മാത്രമല്ല, മറ്റുള്ളവരുടെ കഷ്ടതകളും നമ്മുടെ കാരുണ്യ പ്രവർത്തികളിലൂടെയാണ് അവരുടെ കണ്ണീരൊപ്പുവാനും ഈശോ അമ്മയെ നമ്മെ അനുഗ്രഹിക്കുന്നത്. തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു കർത്താവിൻ്റെ സാക്ഷ്യമാണ്, ഒരു ദൈവത്തിൻ്റെ സാക്ഷ്യമാണ് ഈ മക്കളുടെ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. ജീവിതത്തിലെ ഏത് കഷ്ടതയായാലും വിശ്വാസത്തോടെ നമുക്കും നമ്മുടെ കർത്താവിനെ വിളിക്കാം. ഈശോയെ അമ്മയും നമ്മെ രക്ഷിക്കുമെന്ന് പൂർണ്ണമായും വിശ്വസിക്കാം. കൃപാസന മാതാവിൻ്റെ മധ്യസ്ഥ വഴി നമ്മുടെ എല്ലാ കഷ്ടതകളും ദൈവത്തിൻ്റെ രക്ഷാനുഭവമായി ചേർത്ത് നിർത്തി നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ, കൂടുതൽ വിശ്വസ്തയോടെ മുന്നോട്ട് നയിക്കാം. ഷീജയ്ക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും, പ്രത്യേകിച്ചും ഇന്ന് തന്നെ അവരുടെ ആ വാക്ക് പാലിച്ചത്, ഇന്ന് ജർമ്മനിയിൽ നിന്ന് വന്നത് നേരെ പരിശുദ്ധ അമ്മയുടെ അരികിലേക്കാണ്, സ്വന്തം വീട്ടിലേക്കല്ല, കൃപാസനം അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് നന്ദി പറയുവാനായിട്ടാണ്. അതും ദൈവത്തിൻ്റെ ഒരു വലിയൊരു അനുഗ്രഹമാണ്. അത് നമ്മുടെ സ്നേഹപ്രകടനമാണ്, നമുക്ക് അമ്മയോടുള്ള സ്നേഹമാണ്. ഈ മക്കൾ കാണിച്ച ഈ സ്നേഹത്തിനും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. നന്ദി. പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് ഈ ആലയത്തിൽ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയ എന്നെ മാതാവിനും ഈശോയോട് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് അലൻ നെൽസൺ. ഞാൻ എറണാകുളം ജില്ല ആലുവയിൽ നിന്ന് വരുന്നു. ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നത് എൻ്റെ അമ്മ വഴിയാണ്. എൻ്റെ ഇടവക ആലുവ സെൻറ്റ് സേവിയേഴ്സ് ചർച്ചാണ്. ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2022 ഇത്രയും വൈകിയത് സാക്ഷ്യം പറയാനായിട്ട് ആദ്യം തന്നെ മാതാവിനോട് മാപ്പ് പറയുന്നു. എനിക്ക് ഇങ്ങനെ മൈക്ക് പിടിച്ച് ഇങ്ങനെ പറയാനായിട്ട് മടിയാണ്. അത് തന്നെയാണ് കാരണം. എനിക്കെന്നാലും ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര രീതിയിൽ ഉഴപ്പിയിട്ടാണ് ഉടമ്പടി എടുത്തേക്കണത്. എല്ലാവരും ഇവിടെ പ്രാർത്ഥിക്കുന്ന പോലെ കറക്റ്റ് സമയത്തൊന്നും എണീറ്റൊന്നുമല്ല ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പള്ളികളിലൊക്കെ ആദ്യത്തെ ഒരു കൊല്ലം ഞാൻ കറക്റ്റായിട്ടെല്ലാം ചെയ്തുകൊണ്ടിരുന്നതാണ്. ഞാൻ കറക്റ്റ് സമയത്ത് ഞാൻ പള്ളിയിൽ പോകും, ആഴ്ചയിൽ കുമ്പസാരിക്കും, ഞാൻ കറക്റ്റ് സമയത്ത് എനിക്ക് പ്രാർത്ഥന കാര്യങ്ങളെല്ലാം എത്തിക്കും. പിന്നെ അങ്ങോട്ട് ഞാൻ ഉഴപ്പാൻ തുടങ്ങി. എന്നാലും മാതാവ് എനിക്ക് 2 വലിയ അനുഗ്രഹങ്ങൾ ഈ കാലയളവിൽ എനിക്ക് തന്നിട്ടുണ്ട്. അതിലൊന്നാമത്തത്, കൊല്ലങ്ങളായിട്ട് ഞങ്ങൾക്ക് വീടില്ലായിരുന്നു. എൻ്റെ അപ്പനമ്മ ചേച്ചി ഞങ്ങൾ 4 പേര് അടങ്ങുന്നൊരു കുടുംബമാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ ആദ്യം താമസിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾ തറവാട്ടിലാണ്. അപ്പോൾ എൻ്റെ അമ്മാമ്മ മരിച്ചതിന് ശേഷം ഞങ്ങൾക്കുള്ള കുടുംബം അത് ഭാഗം വെച്ച്, അതിൻ്റെ സ്വത്ത് ഭാഗം വെച്ച് ഞങ്ങൾക്ക് കിട്ടിയൊരു എമൗണ്ട് വെച്ച് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മാറേണ്ടി വന്നു. അപ്പോൾ ആ സമയത്ത് പിന്നെ ഞങ്ങൾക്ക് വീട് ഞങ്ങൾ കുറേ അന്വേഷിച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടിയതൊരു പണയത്തിനൊരു വീടാണ്. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും അന്വേഷിക്കാണ്ട് ഞങ്ങൾ ആ വീട്ടിൽ ഞങ്ങൾ അവിടെ ചെന്നു. 4 ലക്ഷം രൂപയാണ് പണയം പറഞ്ഞത് 1 വർഷത്തേക്ക്. അപ്പോൾ ഞങ്ങൾ അവിടെ താമസിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ 1 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പൈസ അവർ നമുക്ക് തിരിച്ചു തരണമെങ്കിൽ നമുക്കവിടെ നിന്ന് ഇറങ്ങിക്കൊടുക്കണം. പക്ഷെ അവർക്ക് സാമ്പത്തികമായിട്ട് പ്രശ്നമുള്ളതുകൊണ്ട് അവർ ആ ഒരു സമയത്ത് പൈസയ്ക്ക് അത്യാവശ്യമുള്ളതുകൊണ്ടാണ് അവർ ആ വീട് പണയം വെച്ച് ഞങ്ങൾക്ക് ആ വീട് തന്നത്. അപ്പോൾ 1 വർഷം കഴിഞ്ഞ് ഞങ്ങൾ പൈസ ഞങ്ങൾക്ക് അവർക്ക് തരാനില്ലാത്തതുകൊണ്ട് പിന്നെ ഞങ്ങളത് പുതുക്കി അങ്ങനെ 5 വർഷം ഞങ്ങളവിടെ താമസിച്ചു. അങ്ങനെ ഈ 5 വർഷത്തിനിടയ്ക്ക് ഒരു ദിവസം ഞാൻ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ബാങ്കിൽ നിന്ന് ഒരു ചേച്ചി വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഈ കുറച്ച് ദിവസത്തിനുള്ളിൽ ഈ വീട് ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യമൊന്നും പിടികിട്ടിയില്ല. അപ്പോൾ എനിക്ക് എന്തോ ഒരു പേപ്പറൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെയാണ് സംഭവം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് കാര്യങ്ങൾ അത് വായിച്ചിട്ടൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ നമ്പർ കൊടുത്തു. അമ്മേനോട് വെച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അറിയാൻ പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഞങ്ങൾക്ക് പണയം തന്നാണ് അവരുടെ സ്വന്തം വീട് വെച്ച് അവർ ഓൾറെഡി ബാങ്കിന് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു വലിയൊരു തുകയായിരുന്നു. അതിൻ്റെ പകുതി അവർ അടച്ചിട്ടുള്ളൂ. പിന്നെ അവർ തവണകളായിട്ട് അത് അടയ്ക്കാത്തതുകൊണ്ട് അവർ വന്ന് ഇത് ജപ്തി ചെയ്യാൻ പോവുകയാണെന്നാണ് അറിയാൻ പറ്റിയത്. അപ്പോൾ നിലവിൽ അവരുടെ ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പൈസയും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലാത്തൊരു കൂട്ടരാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു 4 ലക്ഷം രൂപ തരാണ്ട് ബാങ്കിന് ഇത്ര എമൗണ്ട് കൊടുക്കാനുണ്ട്. ഇതൊന്നും തരാൻ അവരുടെ കയ്യിൽ പൈസയില്ല. ബാങ്കിൻ്റെ നടപടി അവരെന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പൈസ മേടിച്ച് വേഗം ഇവിടെ നിന്ന് പോകാൻ നോക്കിക്കോ, എന്തായാലും ഇത് ജപ്തി ചെയ്യാതെ വേറെ വഴിയില്ല എന്ന് പറഞ്ഞു. ഞങ്ങളവിടെ അവരുടെ അടുത്ത് ചോദിക്കാനാണ്, അവരുടെ കയ്യിൽ പൈസ ഇല്ലാത്ത കാര്യം ഞങ്ങൾക്കറിയാം. പക്ഷേ ഇതിപ്പോൾ നിലവിൽ അവരുടെ വീടും പോവും, ഞങ്ങളുടെ പൈസയും പോവും. ഇനി ഞങ്ങളങ്ങോട്ട് പോകും അവരങ്ങോട്ട് പോകും എന്നുള്ളൊരു ഇതിലായി. ലാസ്റ്റ് അവർ ഈ വീട് വിൽക്കാൻ തന്നെ തീരുമാനിച്ചു.
വീട് വിൽക്കാമെന്ന് തീരുമാനിച്ച സമയത്ത് ഞങ്ങൾ തന്നെ ആദ്യം ചെന്ന് ചോദിച്ചു. പൈസ ഉണ്ടായിട്ടല്ല, മമ്മിയുടെ എന്തെങ്കിലുമൊക്കെ സ്വർണ്ണവും ബാക്കി അവിടെ നിന്ന് കടവും ഇതൊക്കെ മേടിച്ച് എങ്ങനെയെങ്കിലും ആ പൈസ കൊടുത്ത് അവർ പറയണ ഒരു എമൗണ്ട് കൊടുത്ത് ഇത് ഞങ്ങൾ മേടിക്കാമെന്ന് വിചാരിച്ചു. കൊല്ലങ്ങളായിട്ട് ഞങ്ങൾക്ക് വീടില്ലാത്തതാണല്ലോ. അപ്പോൾ അങ്ങനെ ചെന്നു. പക്ഷേ അവർ പറഞ്ഞൊരു തുക ഞങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റിയിരുന്നില്ല. അപ്പോൾ അവരുടെ അടുത്ത് ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്നാൽ വേറെ നോക്കിക്കോ, അല്ല നിങ്ങൾ വേറെ നോക്കിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വേറെ നോക്കട്ടെ, നിങ്ങൾ അതൊരു വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ബാങ്കിന് ഈ പറഞ്ഞൊരു സമയത്തിനുള്ളിൽ ഇവരുടെ പൈസ അടച്ചില്ലെങ്കിൽ ബാങ്ക് ജപ്തി ചെയ്യും. അപ്പോൾ കുറേ കൂട്ടർ വന്ന് വീട് നോക്കിയെങ്കിലും ആരും വീട് എടുത്തിരുന്നില്ല. പിന്നെ ഞങ്ങൾ എൻ്റെ അപ്പനും അമ്മയും കുറേ കൊല്ലങ്ങളായിട്ട് നടക്കുകയാണ് ഒരു വീടിന് വേണ്ടി. അവർ കുറേ കൊല്ലങ്ങളായിട്ട് നടക്കുകയാണ്. ഞങ്ങൾ താമസിക്കുന്ന ആലുവ എന്നുള്ള ഒരു ജംഗ്ഷനിൽ തന്നെയാണ്. പക്ഷേ ഇവർ ദൂരെയുള്ള കുറേ സ്ഥലങ്ങളിലാണ് വീട് പോയി കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് പറയണത്, ഇവിടെ വീടുണ്ടാ, നമുക്ക് അങ്ങോട്ട് മാറിയാലോ, അവിടെ സെൻറ്റിന് അങ്ങനെ വിലയൊന്നുമില്ല. അപ്പോൾ ഞാൻ ചേച്ചി ഭയങ്കര വാശി പിടിക്കും, അത് പറ്റൂല, ഞങ്ങൾക്ക് ഇവിടെ തന്നെ പറ്റുള്ളൂ. എൻ്റെ സർക്കിൾ വിട്ടുപോകാൻ എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ എത്ര എന്ത് വന്നിട്ടാണെങ്കിലും ഇവിടുന്ന് പോകില്ല എന്നുള്ള രീതിയിൽ ഞാൻ വാശി പിടിക്കും. അപ്പോൾ പിന്നെ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ ഡെയിലി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, മാതാവ് എനിക്ക് ഇവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങണത് എന്നാണോ 2 മാസം, ആ 2 മാസത്തിന് മുമ്പായിട്ട് ഞങ്ങൾക്ക് ഈ പരിസരത്ത് തന്നെ ഒരു വീടും സ്ഥലവും മാതാവ് എനിക്ക് വാങ്ങിച്ച് തരണമെന്ന് ഞാൻ പറയും. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ലാസ്റ്റ് പിന്നെ എൻ്റെ അപ്പനമ്മേൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എടാ നമുക്ക് ഒന്നുകൂടി സംസാരിച്ച് നോക്കാം, അവർ കൊണ്ടുവന്ന ആൾക്കാരൊന്നും വീട് എടുക്കണില്ല, ഇപ്പം നിലവിൽ ഒന്നുകൂടി നമുക്കൊരു വില പറഞ്ഞു നോക്കാം, അവരെന്താ പറയണം നോക്കാം. അതിൽ ലാസ്റ്റ് ഒന്നുകൂടി അപ്പനമ്മ പോയി സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അവർ പിന്നെ ഒരു വില പറഞ്ഞു, ഞങ്ങളൊരു വില പറഞ്ഞു, ഇത് രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ഒരു വില വെച്ച് ഞങ്ങൾ ഉറപ്പിച്ചു. അതിൽ ലാസ്റ്റ് പിന്നെ അതിൻ്റെ പൈസയ്ക്ക് വേണ്ടിയുള്ള നെട്ടോട്ടമായിരുന്നു അപ്പനമ്മയും കൂടി. എൻ്റെ ആദ്യത്തെ പൈസ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് അമ്മയുടെ സ്വർണ്ണങ്ങളും പിന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറേ പേര് സഹായിച്ചു. പിന്നെ ഒരു 16 ലക്ഷം രൂപ പിന്നെയും കൊടുക്കാനായിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പൻ്റെ പേരിലാണ് ലോണിന് അപേക്ഷിച്ചത്. അപ്പന് ഒരു 60 വയസ്സായതുകൊണ്ട് അപ്പൻ്റെ പേരിൽ അങ്ങനെ പെട്ടെന്ന് ലോൺ കിട്ടണമെന്ന്, ഇത്ര ഒരു വലിയൊരു എമൗണ്ട് കിട്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. അപ്പോൾ അപ്പൻ്റെ അവിടെ കിട്ടാത്തതുകൊണ്ട് കുറേ ഈ ബാങ്കിൻ്റെ ഇടയിൽ ഇങ്ങനെ കയറി ഇറങ്ങി. അപ്പോൾ ലാസ്റ്റ് ദൈവമാതാവിൻ്റെ ഒരു അനുഗ്രഹം എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ആ ലോൺ കിട്ടി. എന്നിട്ട് ആ പൈസ അടച്ച് ഇപ്പോൾ ഒരു 5 മാസത്തോളമായി ഞങ്ങൾ ഇപ്പോൾ ആ വീട്ടിൽ താമസിക്കണത്. എല്ലാ മാതാവിൻ്റെ അനുഗ്രഹം ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ രണ്ടാമത്തെ അനുഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ +2 കഴിഞ്ഞിട്ട് ഞാൻ ഡിപ്ലോമയാണ് എടുത്തത്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്. ആ സമയത്ത് ഞാൻ പഠിക്കണതിലൊക്കെ ഭയങ്കര പുറകോട്ടാണ്. ഞാൻ ഫസ്റ്റ് ഇയർ എനിക്ക് 6 സപ്ലി ഒറ്റയടി കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു +2 തന്നെ ഒരു കണക്കിനാണ് പാസ്സായി പോയത്. അപ്പോൾ ഇനി തുടർന്നുള്ള പഠിത്തത്തിലും ഫസ്റ്റ് ഇയർ തന്നെ 6 സപ്ലി കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതും പോയി കയ്യിൽ നിന്ന് പോയെന്ന് വിചാരിച്ചു. ഇത് പഠിക്കണതിന് എത്ര 1 ലക്ഷം രൂപ അടുത്ത് പഠിക്കണതിന് ചിലവുണ്ട്. അപ്പോൾ ഈ അപ്പനമ്മയും കൂടി ഇത് ഇത്ര കഷ്ടപ്പെട്ട് അടച്ചിട്ട് ഇനി ഞാൻ ഇതും മൊത്തം സപ്ലി അടിച്ച് കൂട്ടുകയാണെങ്കിൽ ഞാൻ പിന്നെ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഫസ്റ്റ് ഇയർ അത്ര സപ്ലി കിട്ടിയെങ്കിലും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അത് പാസ്സായി. പിന്നെ ഞാൻ എല്ലാ പരീക്ഷകളിലും പിന്നെ അങ്ങോട്ട് പോകണതിൽ എല്ലാത്തിനും ഞാൻ മാതാവിൻ്റെ ഉടമ്പടി ലോക്കറ്റ് കൊണ്ടുപോകുമായിരുന്നു. എന്നിട്ട് ഈ പരീക്ഷ കഴിഞ്ഞിട്ട് ഞാൻ ആരും കാണാൻ ടീച്ചേഴ്സ്മാർ പരീക്ഷകളിൽ നിന്ന് ഏറ്റവും ലാസ്റ്റ് ഇറങ്ങുന്നത് ഞാനായിരിക്കും. എന്നിട്ട് ആരും കാണാണ്ട് ഞാൻ പരീക്ഷ പേപ്പറിൻ്റെ അവിടെ ഞാൻ ലോക്കറ്റ് ആയിട്ട് ഇങ്ങനെ കുരിശ് വരയ്ക്കും. ഞാൻ വിശ്വാസപ്രമാണം എത്തിക്കും, മനസ്സാപ്രമാണം എത്തിക്കും. എനിക്കൊരു വിശ്വാസത്തിന് അപ്പോൾ ടീച്ചർമാരെ കാണുമ്പോൾ ചിരിക്കും, എടാ നീ ജയിക്കൂടാ എന്നൊക്കെ ഇങ്ങനെ പറയും. പിന്നെ അങ്ങോട്ട് ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എഴുതിയ പരീക്ഷ തൊട്ട് പിന്നെ ഞാൻ തോറ്റിട്ടില്ല. പിന്നെ 6th സെം വരെ ഞാൻ പാസ്സായി, ഞാൻ അങ്ങോട്ട് ഇറങ്ങി. പിന്നെ പാസ്സായി ഇറങ്ങിയിട്ട് ഞാൻ ഈ പഠിച്ചതൊക്കെ ഒരു കണക്കിനാണ്. ഞാൻ പഠിക്കുമായിരുന്നില്ല. ഞാൻ ഈ എന്താ പറയുക, എൻ്റെ കോളേജിലേക്ക് പോകണ മുമ്പ് ഞാൻ KSRTC ബാക്ക് സീറ്റിൽ പോയിരുന്നിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ വെറുതെ ഫോണിൽ ഒറ്റയടിക്ക് നോക്കിയിട്ട് ഞാൻ പോയിരുന്ന് എഴുതിയത്. ഒരു അക്ഷരം പഠിക്കാണ്ട് ഞാൻ പോയിരുന്ന് എഴുതിയത്. എന്നിട്ട് അപ്പോൾ ഈ കാണാപ്പാടമാണ് പഠിക്കണം സത്യം പറയാം. അപ്പോൾ ആ ഒരു മൈൻഡിലുള്ളത് അപ്പോൾ തന്നെ എഴുതി വെക്കും. പിന്നെ ഇതിൽ വല്ല ഡ്രോയിങ് ഒക്കെ ഉണ്ടാവും, അതും എഴുതി വെക്കും. അപ്പോൾ അങ്ങനെ ചെയ്തു. അപ്പോൾ ലാസ്റ്റ് പരീക്ഷ കഴിഞ്ഞ് പാസ്സായി. പിന്നെ ഈ ജോലിയുടെ കാര്യം വന്നപ്പോഴാണ് ഞാൻ ഇൻറ്റേൺഷിപ്പ് 6th സെമ്മായപ്പോൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യണുണ്ടായി. ആ ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ ഭയങ്കര എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടായില്ല ആ കമ്പനിയിൽ പ്ലേസ്ഡ് ആവാനായിട്ട്. അപ്പോൾ വേറൊരു നല്ല ജോലി എങ്ങനെ കിട്ടാനാണ്, കാരണം ഞാൻ ഈ പഠിച്ച് ഇതിൻ്റെ പ്രാക്ടിക്കൽ ബേസ് എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ പഠിച്ചു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ, പ്രാക്ടിക്കലായിട്ട് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. ഇലക്ട്രിക്കലാണ്, എനിക്ക് അതിൻ്റെ പറ്റി ഒന്നും അറിയായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്താ പറയുക,
എന്ത് ചെയ്യുമെന്നാണ്. ഈ മിക്കവരും പഠിത്തം കഴിഞ്ഞിട്ട് ജോലി കിട്ടാണ്ട് ഇങ്ങനെ നടക്കുകയാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഞാനും അങ്ങനെ നടക്കേണ്ടി വരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഒരു ദിവസം എൻ്റെ അപ്പനും അമ്മയും ചേച്ചിയും കൂടി ഞങ്ങൾ ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഒരു ഹോട്ടലിൽ പോയി. അപ്പോൾ മാതാവിൻ്റെ ഒരു ദൂത് എന്നുള്ള രീതിയിൽ ഒരാളെൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, നിൻ്റെ പഠിത്തം എന്തായി കഴിഞ്ഞാന്ന് ചോദിച്ചു. ഇല്ല, കഴിഞ്ഞിട്ടില്ല, ഇപ്പോൾ 6th സെമ്മാണ്, ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്യണുണ്ട്, ജോലി നോക്കണം അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ എയർപോർട്ടിലൊരു ജോലിയുണ്ട്, ചെയ്യാൻ താല്പര്യം ഉണ്ടാകുന്ന ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് ഭയങ്കര ഹാപ്പിയായി. എയർപോർട്ടിൽ നിന്ന് കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിയായി. അത് കിട്ടുമെന്നൊന്നും പ്രതീക്ഷ ഉണ്ടായില്ല. എന്നിട്ട് എൻ്റെ കോഴ്സൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ എല്ലാം പാസ്സായി, സർട്ടിഫിക്കറ്റ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആയിട്ട് ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് ചെന്നു. ആ ചേട്ടൻ പറഞ്ഞു, ഇങ്ങനെ നീ പിന്നെ വേറൊരു ചേട്ടൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞു. ആ ചേട്ടനാണ് അവിടുത്തെ എഞ്ചിനീയർ. എന്നിട്ട് ആ ചേട്ടൻ ഒരു ഇൻ്റർവ്യൂവിനുള്ളൊരു ഡേറ്റ് വന്നു. അന്നത്തെ ദിവസം ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ ഉടമ്പടി തൈലം ഇതും ഉപ്പും ഇതൊക്കെ കഴിച്ചിട്ടൊക്കെയാണ് പോയത്. ആ സമയത്ത് ഇൻ്റർവ്യൂ എനിക്ക് ഈസി ആയിരുന്നു. ഇംഗ്ലീഷിൽ എന്തൊക്കെയോ ചോദിച്ച് കുറച്ചൊക്കെ പറഞ്ഞ് കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നിട്ട് അവിടെ എനിക്കിപ്പോൾ നിലവിൽ ജോലി ലഭിച്ച് ഇപ്പോൾ ഞാൻ എയർപോർട്ടിൽ എയറോ ബ്രിഡ്ജ് ഓപ്പറേറ്ററായിട്ട് വർക്ക് ചെയ്യണു. ഇതെല്ലാം എനിക്ക് തന്ന എൻ്റെ ഈശോയ്ക്ക് അമ്മയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഞാൻ എൻ്റെ പത്രങ്ങൾ അങ്ങനെ കൊടുത്തിരുന്നത് വെച്ചാൽ ഞാൻ പള്ളികളിലും അതുപോലെ തന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള എല്ലാവർക്കും ഞാൻ കൊടുത്തിരുന്നു. എൻ്റെ ആത്മീയ ജീവിതം എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ കുമ്പസാരിച്ചിരുന്നു, കുഴപ്പമില്ലാണ്ട്. പക്ഷേ മാസത്തിൽ ഒരിക്കലൊക്കെയാണ് പിന്നെ കുമ്പസാരിച്ചത്. പിന്നെ കുർബാന ഇപ്പോൾ പോകുന്നുണ്ട്, ഡെയിലി കറക്റ്റ് പോകുന്നുണ്ട്. പിന്നെ 30 മിനിറ്റോളം ഞാൻ എൻ്റേതായിട്ടുള്ള പേഴ്സണലായിട്ട് ഞാൻ പ്രാർത്ഥന ഞാൻ എന്നും എത്തിക്കാറുണ്ട്. രാവിലെ അല്ലെങ്കിൽ എപ്പോഴും. ഇപ്പം എനിക്ക് ഷിഫ്റ്റ് ജോലി ആയതുകൊണ്ട് എനിക്ക് രാവിലെ നേരത്തെ പോവുകയാണെങ്കിൽ രാവിലെ എനിക്ക് പറ്റൂല. ചിലപ്പോൾ ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നിട്ടായിരിക്കും എത്തിക്കണേ. മുടങ്ങാണ്ട് ഞാൻ എല്ലാ ദിവസവും 30 മിനിറ്റ് എൻ്റെ ഒരു പ്രാർത്ഥന എന്തായാലും ഉണ്ടാവും. പിന്നെ ബൈബിൾ ഇപ്പോൾ ഡെയിലി വായിക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്ന മാതാവിനെ ഈശോയ്ക്ക് ഞാൻ 1000 നന്ദി പറയും. നിൻ്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. സങ്കീർത്തനം 55:22 ജീവിതത്തിലെ വേദനകളും ആശങ്കകളും പ്രശ്നങ്ങളും ഭയങ്ങളുമെല്ലാം നാം ഒറ്റയ്ക്ക് വഹിക്കുകയല്ല. ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ദൈവമാണതെല്ലാം ഏറ്റെടുക്കുന്നത്. വിശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മൾക്ക് കുലുങ്ങുവാൻ അനുവദിക്കാത്ത ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മെ സംരക്ഷിക്കുന്ന കൃപാസനം അമ്മയാണ് നമ്മളെ സംരക്ഷിച്ച് നമ്മളെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കുന്നത്. ഉടമ്പടിയിലൂടെ നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ, ഭാവി കാര്യങ്ങൾ, ഭവനമില്ലായ്മ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഭാരങ്ങളെല്ലാം പരിശുദ്ധ അമ്മയാണ് കർത്താവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ഉടമ്പടി ജീവിതത്തിൽ നമുക്കുറപ്പാണ് ദൈവം കൈവിടില്ല, അവിടുന്ന് നമ്മെ താങ്ങി നിർത്തുന്ന ഒരു ദൈവമാണ് എന്ന്. നമുക്ക് വഹിക്കാൻ താങ്ങാൻ കഴിയാത്ത കാര്യങ്ങൾ, ഭാരങ്ങളെല്ലാം ദൈവത്തിന് കൊടുക്കുമ്പോൾ ഈശോയും അമ്മയും നമ്മെ വഹിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഈശോയും അമ്മയും സ്നേഹത്തോടെ വഹിച്ച് താങ്ങി നിർത്തിയ ഒരു മകൻ്റെ ദൈവാനുഭവ സാക്ഷ്യമാണ്, പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത്. അലൻ നെൽസൺ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത് 5 വർഷത്തോളം വാടക വീട്ടിൽ താമസിച്ചിരുന്ന ഈ മക്കൾക്ക് ഒരു ഭവനം നൽകി. അതും ആ മകൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു എങ്ങനെയാണ് ആ ഭവനം ലഭിച്ചതെന്ന്. ജപ്തിയുടെ വക്കിലായിട്ടും ഓരോ രീതിയിൽ ഈശോയും അമ്മയെ ഇടപെട്ട് ആ ഭവനം അവർക്ക് കൊടുത്തതെന്ന് ആ മകന് ക്ലിയറായിട്ട് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. ഈശോയുടെ അമ്മയുടെ ഇടപെടലിലൂടെ കൂടിയ ദൈവകൃപയിൽ കൂടിയാണ് ആ ഭവനം അവർക്ക് ലഭിച്ചത്. ഉടമ്പടി ജീവിതത്തിൽ എത്ര വീഴ്ച ഉണ്ടായാലും ദൈവത്തിൻ്റെ കാരുണ്യവും ദൈവത്തിൻ്റെ കൃപയുമാണ് നമ്മുടെ കൂടെയുള്ളത്. ഈ മകൻ പറഞ്ഞതുപോലെ ഉടമ്പടി പലപ്പോഴും മുന്നോട്ട് പോകുവാനായിട്ട് ബുദ്ധിമുട്ടി, പക്ഷെങ്കിൽ ഈശോയുടെ കൃപയും കാരുണ്യവും ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ഓരോ ദിവസവും ഉടമ്പടി പ്രാർത്ഥനയിലൂടെ വിശ്വാസ ജീവിതത്തിലൂടെയും വഴുതി പോകുമ്പോൾ വഴുതി പോകുമ്പോൾ ദൈവം ഇവരെ താങ്ങി നിർത്തുന്നതായിട്ടാണ് ഈ മകൻ സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും പ്രലോഭനങ്ങളുടെയും നിരാശകളെയും നടുവിൽ നമ്മളെ തളർത്താത്ത ഒരു ദൈവമാണ്, സംരക്ഷിക്കുന്ന ഒരമ്മയാണ് കൃപാസനം അമ്മ. അങ്ങനെ ഇവർക്ക് ഒരു നല്ല ഭവനം നൽകി അനുഗ്രഹിക്കുകയും ഈ മകന് ഡിപ്ലോമ ഇലക്ട്രോണിക് ആൻഡ് ഇലക്ട്രിക് കഴിഞ്ഞിട്ട് അത് തീരുന്നതിന് മുൻപ് തന്നെ, ആ കോഴ്സ് കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് തന്നെയാണ് മാതാവും ഈശോയും ഈ മകൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത്. ഒരു മകനിൽ കൂടെ ഇങ്ങോട്ട് വന്ന് ചോദിക്കുകയായിരുന്നു, മോനെ ഡിപ്ലോമ കംപ്ലീറ്റ് ആയോന്നു. ഇപ്പോഴത്തെ കാലത്ത് എത്രയോ കുട്ടികളാണ് എല്ലാ പഠനവും കഴിഞ്ഞ് എല്ലാ ബിരുദവും നേടി സർട്ടിഫിക്കറ്റുമായിട്ട് കാത്തിരിക്കുന്ന ഒരു ജോലിക്ക് വേണ്ടിയിട്ട്. പക്ഷെങ്കിൽ ഈ മകന് വേണ്ടി കോഴ്സ് കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഈശോയും അമ്മയും ഇടപെട്ട് മോനെ കോഴ്സ് കംപ്ലീറ്റ് ആയോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഒരു വ്യക്തി ഈ മകന് ഒരറിയാത്ത ഒരു വ്യക്തി, ഒരിക്കലും മുൻപ് കാണാത്ത ഒരു വ്യക്തി ഇങ്ങോട്ട് വന്ന് ഈ മകനോട് ചോദിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ
നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എയറോ ബ്രിഡ്ജ് ഓപ്പറേഷനിൽ ജോലി ചെയ്യുകയാണ് ഈ മകന്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് എല്ലാ കാര്യവും ഏറ്റു ചെയ്യുന്ന ഒരു ഈശോയും ഒരു ദൈവവുമാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമ്മുടെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുമ്പോൾ അവിടുന്ന് നമ്മെ താങ്ങി നിർത്തുന്ന ഒരു ദൈവമാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ മകന്. ഈശോയുടെയും അമ്മയുടെയും കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ ഉടമ്പടി ജീവിതത്തിൽ നമുക്കും ഉറപ്പുണ്ട്, ദൈവം കൈവിടില്ല, അവിടുന്ന് നമ്മെ താങ്ങി നിർത്തുമെന്ന് നമുക്കും ഉറച്ചു വിശ്വസിക്കാം. കൃപാസന പ്രാർത്ഥനയിലൂടെയും ജപമാലയിലൂടെയും വചന വായനയിലൂടെയും അവൻ പറയുന്നത് ചെയ്യുക എന്നാണ് പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്നത്. ഈ ശുശ്രൂഷയിൽ എല്ലാം കൂടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലൂടെയൊക്കെ നമ്മുടെ വിശ്വാസം ശക്തിപ്പെടുത്താനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ നമ്മുടെ ജീവിതത്തിൽ കുലുങ്ങാൻ അനുവദിക്കാത്ത ഒരു അമ്മയാണ്. നമ്മെ സംരക്ഷിക്കുന്ന കൃപാസനം അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വരുമ്പോൾ നമ്മുടെ കണ്ണുനീരൊപ്പുന്ന അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. നമുക്ക് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ വിശ്വസ്തയോടെ തീഷ്ണതയോടെ മുന്നോട്ട് നയിക്കാം. അലൻ നെൽസന് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.